അത് നിറച്ചിട്ടേ ഹാലയിൽ ഇവിടുന്ന് കടത്തി വരികയുള്ളൂ. അതിൽ 2 കരങ്ങളെ അടിച്ച് ദേവദാസനെ പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ദേവദാസനെ വചന ശുശ്രൂഷിക്കായി മുന്നോട്ട് ക്ഷണിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹാലയിലേക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്ത് ഒരിക്കൽ കൂടെ മഹത്വം എടുക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞേ. ഒരിക്കൽ കൂടെ ശക്തിയോടെ 2 കരങ്ങൾ വീശി ഈ നല്ല സന്ധിക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ സ്നേഹിച്ച് ഈ അവസരമൊരുക്കിയ ദൈവദാസന്മാർക്ക്, സഭയ്ക്ക്, വിശേഷ ജിബോയ് പാസിന് നിങ്ങളുടെ പ്രസൻസിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഈ രാത്രിയിലും നമ്മുടെ മധ്യത്തിലുണ്ട്. കഴിഞ്ഞ തലമുറയിൽ അതിശക്തമായി ദൈവത്തിന്റെ കൃപയിൽ പ്രയോജനപ്പെട്ട് ദൈവ സന്നിധിയിൽ വിശ്രമിക്കുന്ന, നിത്യതയിൽ വിശ്രമിക്കുന്ന ദൈവദാസനാണ് പാസ്റ്റർ പി ഡി ജോൺസൺ. അദ്ദേഹം പറയാറുള്ള ഒരു കാര്യമുണ്ട്, 2 3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിൽ യേശുവുണ്ട്. ഇടതുവശത്ത്, വലതുവശത്ത്, മുൻപിൽ, പിൻപിൽ ഓരോ വ്യക്തികളുണ്ടെങ്കിൽ അവിടെ മധ്യത്തിൽ യേശുവുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുമ്പോൾ യേശുവിനാൽ ചുറ്റപ്പെട്ടവരായി, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, യേശുവിനാൽ ചുറ്റപ്പെട്ടവരായി, യേശുവിന്റെ തിരുസാന്നിധ്യത്താൽ ചുറ്റപ്പെട്ടവരായിട്ടാണ് ദൈവജനം ഇരിക്കുന്നത്. അധരങ്ങളെ തുറന്ന് കണ്ണുകളെ അടച്ച് അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കമോൺ, എല്ലാ പ്രിയപ്പെട്ടവരും, ഹല്ലേലൂയ ജീസസ്. നിങ്ങളുടെ കരങ്ങൾ ഉയരട്ടെ, അതോടൊപ്പം നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. എല്ലാവരും ചേർന്ന് God dwells over the praises of his people. ദൈവം സ്തുതികളുടെ മധ്യത്തിൽ അധിവസിക്കുന്നവരാണ്. കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ ഉയർത്തി, 2 കരങ്ങൾ, അംഗവൈകല്യം നമുക്കില്ലല്ലോ, 2 കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവർ അന്യഭാഷകളെ തന്നെ പ്രാർത്ഥിക്കട്ടെ. പോരാ, ശക്തിയോടെ നന്നായി. യെസ് 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 ലോർഡ്. ചലിക്കുന്ന കർത്താവേ, ചലിക്കുന്ന കൃപയ്ക്കായി നന്ദി. കാറ്റടിക്കുന്ന പോലെ, നദി ഒഴുകുന്ന പോലെ, തീ ജ്വലിക്കുന്ന പോലെ ഇന്ന് രാത്രിയും നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. കാറ്റടിക്കുമെങ്കിൽ, തീ ജ്വലിക്കുമെങ്കിൽ, നദി ഒഴുകുന്നുവെങ്കിൽ ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും എന്നരുളി ചെയ്തവനായ ദൈവം. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും എന്നരുളി ചെയ്ത ദൈവം. ആത്മാക്കളെ വിടുതലിന് വേണ്ടി ഇന്ന് രാത്രിയിലും ഒരിക്കൽ കൂടെ നമ്മുടെ മധ്യത്തിൽ ചലിക്കട്ടെ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും യേശു, ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇരു കരങ്ങൾ ഉയർത്തി, അങ്ങേ ഞാൻ ആരാധിക്കും. എൻ യേശുവിനെ അങ്ങേ ഞാൻ ആരാധിക്കും. എൻ കർത്താവിനെ അങ്ങേ ഞാൻ ആരാധിക്കും. എൻ മണവളനെ അങ്ങേ ഞാൻ ആരാധിക്കും. എൻ മധ്യസ്ഥനെ അങ്ങേ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, 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 ഔഷധം നീയേ, ഓഹരിയും നീയേ,
അങ്ങേ ഞാൻ ആരാധിക്കും. എന്നാൽപ്പയും യേശു ആൽഫയും നീയേ ഒമേഗയും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. ഔഷധം യേശു ഔഷധം നീ എല്ലാവരും ചേർന്ന് ഓഹരിയും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. എന്നാൽപ്പയും യേശു നീയേ ഒമേഗയും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ ഉയർത്തി പറയേ അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവിനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 നാം തോറും നിങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്ന നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട യോഗത്തിന്റെ രണ്ടാം രാത്രിക്കായി നന്ദിയോടും സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വെയിലാറിയ സമയത്ത് ഏതേൻ തോട്ടത്തിൽ ഉലാവിയവനായ ദൈവം ഇന്ന് രാത്രിയിലും ഈ ഹാളിൽ ഞങ്ങളുടെ മധ്യത്തിൽ ഉലാപത്തെ കൃപയ്ക്കായി നന്ദിയോടും സ്തോത്രം ചെയ്യുന്നു. ബലവാനെ പിടിച്ചു കണ്ടിട്ടല്ലാതെ കൊള്ള പങ്കിടുവാൻ കഴിയത്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ദുരാത്മാവിന്റെ വ്യാപാരങ്ങളെ, ആത്മീയ ശുശ്രൂഷയ്ക്ക് ഇടർച്ചയായി നിൽക്കുന്ന സകല പ്രതികൂലങ്ങളെ ഉയർത്തെഴുന്നേറ്റ മെസ്സിഹയായ നസ്രേനായ യേശു ക്രിസ്തുവിന്റെ ശക്തിക്കുള്ള നാമത്തിൽ ഇന്ന് രാത്രി ബന്ധിച്ച് അവിടെ മേൽ ജയമെടുക്കുന്നു. സ്വർഗം ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞങ്ങൾക്കായി തുറക്കട്ടെ. സകലത്തിന്റെ നിയന്ത്രണം, എല്ലാവരുടെ നിയന്ത്രണം, എല്ലാത്തിന്റെ നിയന്ത്രണം ശക്തനായ പരിശുദ്ധാത്മാവേ അവിടുന്ന് ഏറ്റെടുത്ത് കഴിയുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിക്കും, അങ്ങ് തന്നെ ജീവിതങ്ങളെ സ്പർശിക്കും, രോഗികളെ സൗഖ്യമാക്കും, ബന്ധനങ്ങളെ ഉടയ്ക്കും, തിരുനാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. രണ്ട് കരങ്ങളെ തലയ്ക്ക് മുകളിൽ ഉയർത്തി ആ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച് നിർത്തരുതേ. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. അധരങ്ങളെ തുറന്ന് യെസ് ലോർഡ്, എല്ലാ മഹത്വം അങ്ങേക്ക്, എല്ലാ ബഹുമാനം അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്, എല്ലാ ആരാധനയും അങ്ങേക്ക്, എല്ലാ സ്തുതിയും അങ്ങേക്ക്. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ത്രയോസിന്റെ പ്രസ്താവനയത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അന്ത്രയോസിന്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്റെ അടുക്കലേക്ക് ആരെങ്കിലും വന്നാൽ, അവിടെ വേദപുസ്തകം പറയുന്നു, യേശുവിനോട് അടുപ്പിക്കുന്നവനായിരുന്നു അന്ത്രയോസ്. ആരെങ്കിലും കയ്യിൽ കിട്ടിയാൽ തമ്മിൽ അടുപ്പിക്കുന്നവനല്ല, യേശുവിനോട് അടുപ്പിക്കുന്നവനായിരുന്നു അന്ത്രയോസ്. യേശുവിനെ ആദ്യം കണ്ടത് പത്രോസ് അല്ല, അന്ത്രയോസാണ്. മുൻപന്മാർ പിൻപന്മാരായി എന്ന് പറയും വിധം പത്രോസ് സഭയുടെ നേതാവായി തീർന്നു. എന്നാൽ മെശിഹായെ അന്ത്രയോസിത കണ്ടെത്തി. സ്തോത്രം. അന്ത്രയോസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ 12 അപ്പോസ്തലന്മാരുടെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് വായിക്കുമ്പോൾ എക്സ് ആകൃതിയുള്ളതായ ക്രൂശിൽ അന്ത്രയോസ് തൂങ്ങിക്കിടന്നു. അവരെ ക്രൂശിച്ചു. അന്ത്രയോസിനെ എക്സ് ആകൃതിയുള്ളതായ സ്തോത്രം ക്രൂശിൽ അന്ത്രയോസിനെ ക്രൂശിച്ചു.
എന്നാൽ ആ ക്രൂശിൽ കിടന്ന് അന്ത്രയോസ് വെറുതെ ഇരുന്നില്ല. ആരെ കിട്ടിയാലും യേശുവിനോട് അടുപ്പിക്കുന്ന അന്ത്രയോസ് കൂടി നിന്നവരോട് ആ ക്രൂശിൽ കിടന്ന് വചനം പറയാൻ തുടങ്ങി. എല്ലാവർക്കും അല്ല, അഭിഷിക്തന്മാരോട് മാത്രം പറയാം. ലോകത്തിൽ നടക്കുന്ന ഒന്നും നിന്നെ തണുപ്പിപ്പാൻ കഴിയത്തില്ല. ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തിൽ നടക്കുന്ന ഒന്നിനും നിന്നെ തണുപ്പിപ്പാൻ കഴിയത്തില്ല. ക്രൂശിൽ കിടന്ന് അന്ത്രയോസ് പ്രസംഗിച്ചു. ജനം കൂടി വന്നു. ജനത്തിന്റെ അളവ് വർദ്ധിച്ചു. ഇങ്ങനെയാണ് സഭാചരിത്രം പറയുന്നത്. 6000 പേർ യേശു കർത്താവിനെ അന്ത്രയോസിൽ ക്രൂശിൽ കിടന്ന അന്ത്രയോസിന്റെ ശബ്ദം കേട്ട് അറിവാൻ ഇടയായിട്ടില്ല. ക്രൂശിൽ കയറുന്നതിന് മുമ്പ് താൻ പ്രയോജനപ്പെട്ടതിനേക്കാൾ 72 മണിക്കൂർ 3 ദിവസം ക്രൂശിൽ കിടന്ന് പ്രസംഗിച്ചതായ അന്ത്രയോസ് അധികം പ്രയോജനപ്പെടുകയുണ്ടായി. ക്രൂശിൽ കയറുന്നതിന് മുൻപ് അവൻ പ്രയോജനപ്പെട്ടതിനേക്കാൾ ക്രൂശിൽ കയറിയതിന് ശേഷം അവൻ അധികം പ്രയോജനപ്പെട്ടു. ഏതെങ്കിലും കുരിശ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ പ്രശ്നം വരുന്നതിന് മുൻപ് പ്രയോജനപ്പെടുന്നതിനേക്കാൾ ആ പ്രശ്നം വന്നതിന് ശേഷം അധികം നിങ്ങൾ പ്രയോജനപ്പെടുവാൻ പോകുകയാണ്. കുറച്ച് മുന്തിരിങ്ങ എടുത്ത് പിടിക്കുമ്പോൾ കൂടുതൽ പ്രഷർ, കൂടുതൽ വൈൻ തരുന്നത് പോലെ അധികം പ്രശ്നമുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അധികം പ്രയോജനപ്പെടുവാൻ ദൈവം നിന്നെ ഒരുക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. All children, listen to me carefully one more time. Let me tell you, all children, what I have, that only I can give you. I cannot curse you. I can only bless you. So I bless you. That all children over here, may the Lord help you to carry the gospel. Almost all the nations of this world. Amen. So be silent in the presence of God. You can praise God. You can fill with the Holy Spirit. You can talk in tongues, but at that same time, you cannot talk on another. Amen. Are you following what I'm saying? Hallelujah. Hallelujah, brother. You are so precious. You are featured pastors, missionaries, and evangelists, and so on. Hallelujah. അവിടെ കുറച്ച് പേര് ഇവിടെ എന്ത് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടേയില്ല. സ്തോത്രം. കരങ്ങളുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാം നമുക്ക് നല്ല മക്കൾക്കായി സ്തോത്രം. സോ അന്ത്രയോസ് യേശുവിനെ സ്തോത്രം. അന്ത്രയോസ് ആ പിന്നിൽ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല ഇവിടെ എന്താ. ഇവിടെ ഭയങ്കര റിവൈവൽ നടക്കാവും. ഞങ്ങൾ ഇവിടെ ഭയങ്കര ഉണർവ് നടക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ആരെങ്കിലും സൺഡേ സ്കൂൾ ടീച്ചേഴ്സോ മറ്റോ വന്ന് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലിരുന്ന് അവരെ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. സൺഡേ സ്കൂൾ ടീച്ചേഴ്സോ സൺഡേ സ്കൂൾ അവരുടെ ഇടയിൽ ഇരിക്കണം. ഈ അപ്പച്ചൻ വന്നിട്ട് പോയി, ഇപ്പൊ പോകും. ഈ അപ്പച്ചൻ അവിടെ ഇരിക്കത്തില്ല, അപ്പച്ചൻ പോകും. ഏതായാലും സൺഡേ സ്കൂൾ താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. ഒരു സൺഡേ സ്കൂൾ ടീച്ചറേ ഉള്ളോ? താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ കേട്ടില്ല, ഒരിക്കൽ കൂടെ. അന്ത്രയോസ് യേശു കർത്താവിനെ കണ്ടിട്ട് ഇപ്രകാരം പറയുന്നു, ഞങ്ങൾ മെശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. മെശിഹ എന്ന് പറഞ്ഞാൽ ക്രിസ്തു, അർത്ഥം അഭിഷിക്തൻ. അഭിഷിക്തൻ വായിത്തോന്ന് പറഞ്ഞേ, അഭിഷിക്തൻ. 3 കൂട്ടരെ ദൈവം പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്യുകയുണ്ടായി. ഒന്നാമത് പ്രവാചകന്മാരെ, രണ്ടാമത് രാജാക്കന്മാരെ, മൂന്നാമത് പുരോഹിതന്മാരെ. കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുകയുണ്ടായി, യേശു കർത്താവ് വാക്കിലും പ്രവർത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ അത്രേ. രണ്ടാമത്തെ ഒരു കൂട്ടരെ ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്തു. രണ്ടാമത്തെ കൂട്ടരത്രേ പുരോഹിതന്മാർ. സങ്കീർത്തനം 133 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, അഭിഷേക തൈലം അഹരോന്റെ മേൽ വന്നു, അവനെ പുരോഹിതനായ ദൈവം അഭിഷേകം ചെയ്യുകയാണ്. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, ദൈവം അഹരോനെ ഇതാ പുരോഹിതനായി ഇസ്രായേൽ സഭയുടെ മധ്യത്തിൽ വെച്ച് അഭിഷേകം ചെയ്യുകയുണ്ടായി. അഭിഷേക തൈലം അവന്റെ തലയിൽ നിന്ന് സ്തോത്രം താടിയിലേക്ക്, താടിയിൽ നിന്ന് വസ്ത്രത്തിന് വിളിമ്പിലേക്ക് അഭിഷേക തൈലം ഇതാ ഒഴുകുകയുണ്ടായി. സ്തോത്രം. പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നവനായ ദൈവം. ഇന്ന് രാത്രി നമ്മൾ കേൾക്കുന്ന വിഷയം ഇതാണ്, യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. വായിത്തുറന്ന് പറയുമോ? യേശു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഒരിക്കൽ കൂടെ യേശു, ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി.
യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പൗരോഹിത്യം എന്ന ടേം ആരംഭിച്ചത് പുതിയ നിയമത്തിലല്ല, അങ്ങ് ദൂരെ പഴയ നിയമത്തിലെ ആരംഭിക്കുകയുണ്ടായി. എന്നാൽ പുരോഹിതന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തത് യാക്കോബിന്റെ മക്കളുടെ സീനിയോറിറ്റി അനുസരിച്ചിട്ടല്ല, ഇടയ്ക്ക് നിന്നാണ്. ഒരു സർപ്രൈസ് ആയിട്ടാണ് ദൈവം തിരഞ്ഞെടുത്ത് ഒരുവനെ അഭിഷേകം ചെയ്തത്. ഇന്ന് ചിലർ പറയുമായിരിക്കും, കുവൈറ്റിൽ ഏറ്റവും മൂത്തത് ഞാനാണ്, ഏറ്റവും ആദ്യം സ്നാനപ്പെട്ടത് ഞാനാണ്, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടും മുമ്പേ ഇവിടെ വന്നത് ഞാനാണ്. ദൈവം നിന്റെ നരച്ച തലയും ഓട്ടോറിക്ഷ വലിപ്പമുള്ള വലിയ വയറുമല്ല നോക്കുന്നത്, ദാഹമുള്ള ഹൃദയമാണ് സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് രാത്രിയിലും ദൈവത്തിന് മുൻപിൽ ദാഹത്തോടെ ആയിരിക്കുന്നു. വന്ന് കയറിയതുപോലെയല്ല ഈ ഹാളിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുവാൻ വേണ്ടി പോകുന്നത്. ഇടയ്ക്ക് നിന്ന് ദൈവം തിരഞ്ഞെടുത്തു. അത് ആ കുടുംബത്തിന്റെ ദേശക്കാർക്കൊക്കെ സർപ്രൈസ് ആയിരുന്നു. സ്തോത്രം. ലോകത്തിൽ കൊടുങ്കാറ്റ് വന്നത് നെഗറ്റീവ് സർപ്രൈസ് ആണ്. ഭൂമി കുലുക്കം വന്നത് നെഗറ്റീവ് സർപ്രൈസ് ആണ്. സുനാമി വന്നത് നെഗറ്റീവ് സർപ്രൈസ് ആണ്. ഭൂമി നിന്നെ ഞെട്ടിപ്പിക്കുന്ന, നിന്നെ തകർക്കുന്ന നെഗറ്റീവ് സർപ്രൈസ് നൽകുമ്പോൾ എൽ ഷഡായ്, എൽ എലിയോൻ നിനക്ക് പോസിറ്റീവ് സർപ്രൈസ് നൽകി മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ വരെ അതിശയമാക്കി നിർത്തുന്നവരത്രേ. സ്തോത്രം. ഇടയ്ക്ക് നിന്ന് ദൈവം തിരഞ്ഞെടുത്തു. ലേവിയെ ദൈവം തിരഞ്ഞെടുത്തു. മൂത്തവനായിരുന്നെങ്കിൽ രൂബേനെ തിരഞ്ഞെടുക്കണമായിരുന്നു, രണ്ടാമത്തവനാണെങ്കിൽ ശിമയ്യാകണമായിരുന്നു. നോ, ഇവിടെ ഇതാ ലേവിയെ ദൈവം തിരഞ്ഞെടുത്തു. വായ്, എന്തുകൊണ്ടാണ് ലേവി പൗരോഹിത്യ അഭിഷേകം ചുമക്കുവാൻ ഇടയായി തീർന്നത്? അലക്സാണ്ടർ പാസ്റ്റർ, നമുക്കറിയാം, ഒരു ദൈവത്തിന്റെ പൈതൽ, ഒരു ദൈവത്തിന്റെ ദാസൻ, ഒരു പ്രവാചകൻ, ഒരു സുവിശേഷൻ, ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു സഭ ദൈവത്തിന്റെ അഭിഷേകം ചുമക്കുന്നു എങ്കിൽ കാണുന്ന മണ്ഡലത്തിൽ അവൻ അഭിഷേക സാന്നിധ്യത്തെ അവൻ ചുമക്കുന്നുവെങ്കിൽ, കാണുന്ന മണ്ഡലത്തിൽ ദൈവത്തിന്റെ വൻകരം അവരോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ, കാണാത്ത മണ്ഡലത്തിൽ എന്തോ ഒരു വില അവൻ കൊടുത്തത് കൊണ്ടത്രേ കാണുന്ന മണ്ഡലത്തിൽ ദൈവം അവനോട് കൂടെ ഇരിക്കുന്നത്. സ്തോത്രം. എന്തുകൊണ്ടാണ് ലേവിയെ ദൈവം തിരഞ്ഞെടുത്തത്? ലേവി എന്തുകൊണ്ടാണ് ഈ അനോയിന്റിംഗ്, ഈ പുരോഹിത അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം നിന്റെ മേൽ കടന്നു വന്നത്? എന്താണ്? അവൻ പറയും, എന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഞാനാണ്, എന്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ത്യജിക്കപ്പെട്ടത് ഞാനാണ്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം വേദപുസ്തകം പറയുന്നു, യാക്കോബിത സ്തോത്രം അതെ കുടുംബ യോഗം വിളിച്ചുകൂട്ടി. കാരണം അപ്പച്ചൻ യാക്കോബിന് മനസ്സിലായി, ഞാനിതാ മരിക്കുവാൻ പോകുകയാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം അബ്രഹാം ഇസ്ഹാക്കിന് കൊടുത്തിട്ട് പോയി. ഇസ്ഹാക്ക് അത് യാക്കോബിനെ അനുഗ്രഹിച്ചു, യാക്കോബിന് കൊടുത്തു. ഇപ്പോഴത്തെ 4ാം തലമുറയിലേക്ക് ആ അനുഗ്രഹം കൊടുക്കാൻ സ്തോത്രം ആ അപ്പൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി മാതാപിതാക്കളെ നമ്മൾ ചെയ്യേണ്ട കാര്യം, മക്കളെ ശപിക്കല്ല്, മക്കളെ അനുഗ്രഹിക്കണം. മക്കളെ പട്ടി എന്ന് വിളിച്ചാൽ അത് ഡോബർ മാനായി, ഡോബർ വുമണായി കൊരച്ച് നിന്റെ വീട്ടിൽ വളരും. മക്കളെ ഭൂതമേ എന്ന് വിളിച്ചാൽ നരകത്തിന്റെ സകല സ്വഭാവവും നിന്റെ വീട്ടിൽ തന്നെ വെളിപ്പെടും. അബ്രഹാം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബിനെ മരിപ്പാൻ പോകുമ്പോൾ തന്റെ മക്കളെ ഓരോരുത്തരെയായി വിളിച്ച് അവരെ അനുഗ്രഹിപ്പാൻ തുടങ്ങി. മൂത്തവനായ സ്തോത്രം അത് രൂപൻ വരുന്നു, രണ്ടാമത്തെ വരുന്നു. ഓരോരുത്തരെ തന്റെ വീട്ടിലുള്ളതായ സഹോദരന്മാർക്ക്, ബാല്യക്കാർക്ക്, ദാസിദാസന്മാർക്ക്, കൂലിക്കാർക്ക്, അങ്ങനെ സ്തോത്രം ഒരു വലിയ കൂട്ടം ജനം കൂടിയിരിക്കുമ്പോൾ എല്ലാവരും കേൾക്കെ അപ്പൻ ഓരോരുത്തരെ അനുഗ്രഹിച്ചു. ലേവി ചിന്തിച്ചു, ഞാനും പോയി എന്റെ അപ്പനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കട്ടെ. എന്റെ അച്ചാച്ചമാരെ എല്ലാവരെയും അപ്പൻ അനുഗ്രഹിച്ച് എനിക്കും കിട്ടുമായിരിക്കും അനുഗ്രഹം എന്ന് പറഞ്ഞ് വിത്ത് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ, വലിയ പ്രതീക്ഷയോടെ ലേവി വന്ന് അപ്പന്റെ മുൻപിൽ മുട്ടും മടക്കിയതും ഏത് ശബ്ദത്തിലാണോ മറ്റു മക്കളെ യാക്കോബ് അനുഗ്രഹിച്ചത്, അതേ ശബ്ദത്തിൽ ലേവിയെ ശപിക്കുകയുണ്ടായി. അയ്യോ, അവന്റെ ഹൃദയം തകർന്ന് മറ്റുള്ളവരെ അനുഗ്രഹിച്ച അപ്പൻ തന്നെ ഇതാ ശപിച്ച് വീട്ടിൽ ഒതുക്കി. സ്തോത്രം. മറ്റുള്ളവർ അനുഗ്രഹം കിട്ടുമെങ്കിൽ, അനുഗ്രഹം പ്രാപിച്ചുവെങ്കിൽ ഇവനിതാ അപ്പന്റെ മുൻപിൽ ശപിക്കപ്പെട്ടു. ഒരു പക്ഷെ നീ പറയും, ബ്രദർ അത് എന്റെ അനുഭവമാണ്, ആര് നന്നായാലും ഞാൻ നന്നാകത്തില്ലെന്ന് ഈ ലോകത്തിൽ അപ്പൻ പറഞ്ഞു. ഞാൻ എന്ന് കരയുമെന്ന് എന്റെ അമ്മ പറഞ്ഞു. ഞാൻ കുരുത്തം കെട്ടവനാണെന്ന് കേട്ടാ എന്റെ വീട്ടിൽ വളർന്നത്. പക്ഷെ ഈ ലോകത്തിലെ അപ്പൻ തള്ളുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ നിന്നെ താങ്ങുന്നവൻ അത്രേ. ഇത് തള്ളുന്ന ലോകമാണ്, ഇത് കരയിപ്പിക്കുന്ന ലോകമാണ്, ഇത് വേദനിപ്പിക്കുന്ന ലോകമാണ്, ഇത് കൂടെ നിന്ന് കുതികാൽ വെട്ടുന്ന ലോകമാണ്. ഈ ലോകത്തെ നിനക്ക് നമ്പുവാൻ കഴിയത്തില്ല. ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ ത്യജിച്ചുവെങ്കിൽ, ജീവിതത്തിന്റെ
അതിന്റെ ഓൺ ഗോയിങ് പ്രോസസ്സിൽ ഏതെങ്കിലും ജംഗ്ഷനിൽ വെച്ച് ആരെങ്കിലും നിങ്ങളെ തള്ളി എങ്കിൽ ദൈവത്തിന് കൃപയാൽ ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം. ആ തള്ളിയവരുടെ മുൻപിൽ തന്നെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വലിയ പദ്ധതികൾക്കായി, വലിയ ദൈവിക പദ്ധതികൾക്കായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നവരത്രേ. ഏത് കുടുംബത്തിൽ വെച്ചാണോ ലേവി ഏറ്റവും അധികമായി വേദനിച്ചത്, ശാപം കെട്ടത്, അതേ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി സ്തോത്രം ലേവിയെ ദൈവമായി കർത്താവിത തിരഞ്ഞെടുക്കുകയാണ്. ഏത് സഭയാണോ നീ തള്ളിയത്, നിന്നെ തള്ളിയത്, ഏത് കുടുംബങ്ങളാണോ നിന്നെ തള്ളിയത്, ഏത് സംഘടനയാണോ നിന്നെ തള്ളിയത്, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രതികാരം ചെയ്യുവാനല്ല, പകരം ദൈവത്തിന്റെ കൃപയാൽ നീ ഒരു അത്ഭുത വിഷയമെന്ന് സ്വർഗത്തിലെ ദൈവം തെളിയിക്കുന്ന ദിവസങ്ങളാണ് ജീവിക്കുന്നത്. സൈന്യത്തിന് കഴിയാത്തത്, ശക്തിക്ക് കഴിയാത്തത്, PhDക്ക് കഴിയാത്തത്, WDക്ക് കഴിയാത്തത്, ദിനാറിനും ഡോളറിനും കഴിയാത്തത്, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവ്. പരിശുദ്ധ ആത്മാവ് പരിശുദ്ധ ആത്മാവ് നിന്റെ ജീവിതത്തിലൂടെ ഇതാ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. അപ്പൻ ശപിച്ച ലേവിയെ ഒതുക്കിയെങ്കിൽ എന്റെ മുഖമിതാ വാടി, അയ്യോ എന്റെ അപ്പൻ എന്നെ ശപിച്ചു, ഇന്നലകളിൽ എനിക്കത് സംഭവിച്ചു പോയല്ലോ, ഇന്നലകളിൽ സ്തോത്രം, അതെ ഞാനത് കേട്ടല്ലോ. ഈ രാത്രിയിലും ആരോ ഇത്രയും പാട്ടുപാടി കേട്ടും ഇത്രയും വചനം കേട്ടിട്ടും ഒരു സന്തോഷമില്ലാതെ സ്തോത്രം ഇന്ന് രാത്രി ചിലരിവിടെ ഇരിക്കുകയാണ്, ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ. ഇന്നലകളിൽ സംഭവിച്ചതായ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ഭാരങ്ങൾ, ഒരു സന്തോഷമില്ലാതെ ചില മീറ്റിങ്ങിന് വന്നാൽ സന്തോഷമില്ലാതെ പോകുന്നത് പോലെ. ലേവിയെ നോക്ക്, ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു, ഇസ്രായേൽ വിടിവിക്കപ്പെട്ടു, ഫറവോനും സൈന്യം സ്തോത്രം ചെങ്കടൽ മുങ്ങി. എന്നിട്ട് അവന് ഒരു സന്തോഷമില്ല. അവനിതാ മരുഭൂമിയിലൂടെ ഒരു സന്തോഷമില്ലാതെ പോകുകയാണ്. മരുഭൂമിയിലൂടെ ഒരു സന്തോഷമില്ലാതെ പോകുമ്പോ ഒരു ദിവസം എല്ലാവരും കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി, കാളക്കുട്ടി 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 എന്ന് പറഞ്ഞ് കിടന്ന് ആർക്കുമ്പോഴും ലേവി മാത്രം താടിക്ക് കയ്യും കൊടുത്ത് ഒരു മൂലക്ക് ചാരി ഇങ്ങനെ മാറി ഇരിക്കുകയാണ്. കാരണം അപ്പന്റെ ശാപം അവൻ ചുമക്കുകയാണ്. അറിയാത്ത ഒരു സമയത്ത് എന്റെ മേൽ കടന്നു വന്നതായ അപ്പന്റെ ശാപം അവനിതാ ചുമന്ന് അവനിതാ മാറിയിരിക്കുന്നു. എന്നാൽ നിനക്കൊരു സുവിശേഷ വർത്തമാനം, സദ്വർത്തമാനം ഞാൻ പറയട്ടെ, അറിയാതെ വന്നതെല്ലാം അറിയാതെ തകർന്നു പോകും. ഒരു ദിവസം മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വിളിച്ചു പറയുന്നു, എല്ലാവരും കാളക്കുട്ടിയുടെ പിന്നിൽ ആയിപ്പോയോ, എല്ലാവരും കാളക്കുട്ടിയുടെ പിന്നാലെ ആയിപ്പോയോ, യഹോവയ്ക്കുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ. അതവൻ കേട്ടു. ആർക്ക്? യഹോവയ്ക്കുള്ളവൻ. കത്തോലിക്കൻ എന്നല്ല, മറ്റേതെങ്കിലും ഗ്രൂപ്പിനല്ല, യഹോവയ്ക്കുള്ളവൻ മാറി നിൽക്കട്ടെ. യഹോവയ്ക്കുള്ളവൻ പെന്തിക്കോസിനല്ല, പാർട്ടിയാക്കീസിനോ മർത്തോമയ്ക്കല്ല, യഹോവയ്ക്കുള്ളവൻ മാറി നിൽക്കട്ടെ. ഈ പുള്ളി പതുക്കെ എഴുന്നേറ്റ്, യഹോവയ്ക്കുള്ളവൻ, യഹോവയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കും. അർത്ഥം, എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും, എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും. കമാൻ, എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും. നിങ്ങൾ IPC ആയിരിക്കാം, AG ആയിരിക്കാം, ഷാരോനായിരിക്കാം, ചർച്ചക്കോടായിരിക്കാം, ഇൻഡിപെൻഡന്റ് ആയിരിക്കാം, പക്ഷേ ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറയാം, ദൈവത്തിന് വേണ്ടി നിൽക്കാം. ഒന്ന് പറഞ്ഞേ രണ്ടുപേരെ തൊട്ട് പറയാം, ദൈവത്തിന് വേണ്ടി നിൽക്കാം, ദൈവത്തിന് വേണ്ടി നിൽക്കാം, ദൈവത്തിന് വേണ്ടി നിൽക്കാം. ഞാൻ പലതിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പണത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്, പദവിക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ട്, പേരിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്, പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്, അന്യഭാഷയ്ക്ക് കൃപാവരങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ട്, ചർച്ച് ഗ്രോത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി കുവൈറ്റിൽ ഈ അബ്ബാസിയിൽ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല കത്ത കണ്ണോട് കൂടിയവൻ ഈ ഹാളിനെ നോക്കി, നിന്നെ ഓരോരുത്തരെ നോക്കി ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, കർത്താവിന് വേണ്ടി, കസേരക്കല്ല, പണത്തിനല്ല, വോട്ടിനല്ല. Come on people, lift your voice. ശബ്ദമുയർത്തി പറഞ്ഞ്, എന്റെ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തിന് വേണ്ടി, ഉണർവിനല്ല, ഉത്തേജനത്തിനല്ല, ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് വേണ്ടിയാണ് നീ നിൽക്കുന്നതെങ്കിൽ, ബ്രദർ, ദൈവത്തിന് വേണ്ടിയാണ് നീ നിൽക്കുന്നതെങ്കിൽ കേൾക്കണമേ, ദൈവത്തിന് വേണ്ടി നീ നിൽക്കുന്നത് നീ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. ഏത് തീയിലും ദൈവം നിന്നോട് കൂടെ ഇറങ്ങി നിൽക്കുക. ദൈവത്തിന് വേണ്ടിയാണ് നീ നിൽക്കുന്നെങ്കിൽ മുഴുവൻ നരകവും മുഴുവൻ ഭൂമിയും നിനക്കെതിരെ നിന്നാലും, മുഴുവൻ മനുഷ്യരും മുഴുവൻ ദുരാത്മാക്കളും നിനക്കെതിരെ സംഘം കൂടി നിന്നാലും നീ നിൽക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ ജയം, സമ്പൂർണ്ണ ജയം, പരിപൂർണ്ണ ജയം, ജയം നിനക്ക് വേണ്ടി തന്നെ ആയിരിക്കും. ലേവി പറഞ്ഞു,
ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. മുന്നിൽ നിൽക്കുന്ന ഗോത്രങ്ങളെ ഒന്നായി ഞാൻ ഇങ്ങനെ ചിന്തിക്കുക. ഇസ്സാഖാറെ മാറിക്കെ, രൂബേനെ വഴി തന്നെ, യഹൂദേ ഒന്ന് മുന്നോട്ട് പോട്ടെ, എക്സ്ക്യൂസ് മീ ഞാനൊന്ന് മുന്നോട്ട് പോകട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കട്ടെ. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ തകർന്നത് ഞാനാണ്, പക്ഷേ എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഞാനാണ്, എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അപവാദം കേട്ടത് ഞാനാണ്, എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മുള്ളുകൾ കൊണ്ടത് ഞാനാണ്, എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കണ്ടത് ഞാൻ. എനിക്ക് ക്യാമറ അങ്ങോട്ട് തിരിഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. നോക്കിയേ, അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കണ്ടത് ഞാനാണ്, എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഞാനാണ്, എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വേദനിച്ചത് ഞാനാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ, ഈ പ്രശ്നത്തിന്റെ നടുവിൽ, ഈ ഒറ്റപ്പെടുത്തലിന്റെ നടുവിൽ ഞാൻ പിടിച്ചു നിൽക്കും. ഒഴുക്കിനെതിരെ നിൽക്കുന്ന മത്സ്യത്തെ പോലെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. I will stand for my Lord. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. 2014 ഒക്ടോബർ ആരംഭ ദിവസത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയുന്നവരുടെ ആരാധന, സ്തുതി, സ്തോത്രം സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ഇന്ന് രാത്രിയിലും വലിയ വീടല്ല, വലിയ കാറല്ല, വലിയ സമ്പാദ്യമല്ല, വലിയ വിദ്യാഭ്യാസമല്ല. ഐ വിൽ സ്റ്റാൻഡ് ഫോർ മൈ ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞ് ആരാണോ ദൈവസന്നിധിയിൽ വരുന്നത്, അടുക്കുന്നവനെ ഉയർത്തുന്ന ദൈവം അടുത്തവനായ ലേവിയ പുരോഹിതനായി അഭിഷേകം ചെയ്ത്, എന്നിട്ട് ദൈവം പറഞ്ഞു, ലേവിയെ, ഏത് വീടാണോ നിന്നെ തട്ടിക്കളഞ്ഞത്, അല്ലെങ്കിൽ ഏത് വീട്ടിലാണോ നീ ശാപം കേട്ടത്, നിന്റെ അഭിഷേകം ആ വീടിന് ഒരു അനുഗ്രഹമാകാൻ പോവാ. ആർക്കുള്ള പ്രവചന ദൂതാണ് ഞാൻ ഇന്ന് രാത്രി പറഞ്ഞത്. നീ സ്നാനപ്പെട്ടത് കൊണ്ട് ആരാണോ പടിയടച്ച് പിണ്ടം വെച്ചത്, നീ വേർപെട്ടത് കൊണ്ട് ആരാണോ കല്യാണത്തിന് വിളിക്കാത്തത്, നീ സ്തോത്രം ദൈവസഭയിൽ വന്നത് കൊണ്ട് ആരാണോ പാൽകാച്ചിന് വിട്ടുകളഞ്ഞത്, പുറം കൈ കൊണ്ട് തട്ടി മാറ്റിയവരുടെ നടുവിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ഞാൻ നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ ഇതാ കടന്നു വരുന്നു. PhD തന്നല്ല, പണം തന്നല്ല ദൈവം നിന്നെ മാനിക്കുന്നത്, നിന്റെ അഭിഷേകം തന്ന്. ഞാൻ ആവർത്തിക്കുന്നു, അഭിഷേകം തന്ന്, ബ്രദർ, അഭിഷേകം തന്ന് ദൈവം നിന്നെ മാനിക്കുവാൻ പോകുകയാണ്. നിന്റെ വീട്ടിൽ ചില ശുശ്രൂഷകൾ ചെയ്യുവാനുണ്ട്. നിന്റെ ചില പ്രിയപ്പെട്ടവർ നിന്നോടൊപ്പം ആരാധിക്കുവാൻ പുറപ്പെടേണ്ട നേരമായി. നീ ഒറ്റയ്ക്കാണ് സ്നാനക്കടവിലേക്ക് വന്നത്, നീ ഒറ്റയ്ക്കാണ് ആരാധിക്കാൻ വേണ്ടി പുറപ്പെട്ടത്. എന്നാൽ സ്തോത്രം, അവർ പറഞ്ഞു 6 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും, അവരെ കതിരാവടി പൊട്ടിച്ചു കാണാം, അവർ കുരിശുമുട്ടിൽ പൈസ എറിഞ്ഞു കാണാം. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നീ അവരുടെ പക്ഷം ചേരുക ഇല്ല, പകരം അവർ നിന്റെ പക്ഷം ചേരും. യെസ്, നീ അവരുടെ പക്ഷം ചേരുകയില്ല, അവർ നിന്റെ പക്ഷം ചേരും. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ശക്തമായ ശുശ്രൂഷകളും വിളിയും തെരഞ്ഞെടുപ്പുമുള്ള കുടുംബങ്ങളുണ്ട്. ഇതിനകത്ത് ഈ കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങളിൽ ദൈവത്തിന്റെ പകർച്ച കൊണ്ട് നടക്കുന്നവരുണ്ട്. പക്ഷെ നിന്റെ ശുശ്രൂഷ തുടങ്ങുന്നത് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്തോ കൊച്ചിയിലെ മെറൈൻ ഡ്രൈവിലോ അല്ല. നിന്റെ വീട്ടിൽ ചിലതിന്റെ കേട്ട് നിന്നിലൂടെ കർത്താവ് പൊട്ടിച്ച് പുറത്തെടുക്കുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ വീട്ടിൽ ചിലതിന്റെ മുഖങ്ങൾ തകരുവാൻ പോകുന്നു. അങ്ങ് ദൂരെ ഇരിക്കുന്ന ബെന്നീഹിന്റെയോ റൈനാഡ് ബോങ്കയുടെയോ അഭിഷേകമല്ല, നിന്റെ പാസ്റ്ററെയോ വന്നുപോയ പ്രവാചകന്റെ അഭിഷേകമല്ല, നിന്റെ അഭിഷേകം അവിടെ മുഖങ്ങളെ തകർക്ക്. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറ, എന്റെ അഭിഷേകം എന്റെ വീടിന്റെ മുഖത്തെ തകർക്കും. പറഞ്ഞാട്ടെ, മോത്തോക്കി പറ. കള്ളന്മാരും കണ്ണികളും മോത്തോക്കത്തില്ല. മോത്തോക്കി പറ, ഈ എന്റെ അഭിഷേകം എന്റെ വീടിന്റെ മുഖത്തെ തകർക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ അഭിഷേകം നിന്റെ ഭവനത്തിന്റെ മുഖത്തെ തകർക്കണം. നീ ഒറ്റക്കല്ല ആരാധിക്കാൻ വരുന്നത്, നിന്റെ ഭവനത്തിൽ നിന്ന് ശക്തന്മാരായ ദൈവദാസന്മാർ ഉയരുവാൻ പോകുന്നു. നിന്റെ ഭവനത്തിൽ നിന്ന് ശക്തന്മാരായ പ്രവാചകന്മാർ ഉയരുവാൻ വേണ്ടി പോകുന്നു. നിന്റെ ഭവനം ഒരു മിഷണറി ഭവനം അത്രേ. നീയും നിന്റെ ഭവനവും ഈ തലമുറകൾ നീ യേശുവിനെ സേവിക്കും. ശബ്ദമുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവം പുരോഹിതനായി ആക്കി വച്ച്, അഭിഷേകം ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. അഭിഷേകം ഉണ്ടെങ്കിൽ നേരെ ചൊവ്വയെ ജീവിച്ചോളണം. തലമുടി പിച്ചി ചിന്തല്ലേ, സ്തോത്രം, ശബത്താൽ അശുദ്ധമാകല്ലേ, സ്തോത്രം, പൗരോഹിത്യ വസ്ത്രം കീറല്ലേ. അതുകൊണ്ട് നേരെ ചൊവ്വ ഐസ്ക്രീം മേടിച്ചൊരിക്കലും വെയിലത്ത് വെക്കാൻ കഴിയാത്തില്ല എന്നതുപോലെ അഭിഷിക്തയാണോ അഭിഷേകമുള്ളവനാണോ സ്തോത്രം തോന്നിയതുപോലെ ചിരിക്കല്, പൗരോഹിത്യ വസ്ത്രം കീറല്.
ലേവ്യ 10-ാം അധ്യായം മുതൽ മലാഖി അവസാനം വരെ ഈ പൗരോഹിത്യ വസ്ത്രത്തിന് ഒരു കേടും സംഭവിച്ചില്ല. എന്നാൽ സ്തോത്രം, യുഗങ്ങളുടെ പാറയാകുന്ന കർത്താവ് കാലസമ്പൂർണ്ണത വന്നപ്പോൾ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ ഇറങ്ങി നിന്നു. കയ്യപ്പാവിന്റെ മുന്നിൽ കെട്ടപ്പെട്ട് നിന്നപ്പോ മഹാപുരോഹിതൻ ഇപ്രകാരം ചോദിച്ചു, ഞാൻ സ്വർഗത്തെ കൊണ്ട് സത്യം ചെയ്ത് ചോദിക്കുന്നു, നീ ദൈവത്തിന്റെ പുത്രൻ തന്നെയോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പിലാത്തോസിന്റെ മുമ്പിൽ പോലും മൗനമായിരുന്ന കർത്താവിന് വാ തുറക്കാൻ പറ്റത്തില്ല. കാരണം ഇടതും വലതും സ്വർഗത്തെ വിട്ട് ഒരു പരിപാടി ചെയ്തില്ല. സ്വർഗത്തെ ചോദിക്കുന്നു, നീ ദൈവത്തിന്റെ പുത്രൻ തന്നെയോ? അതുവരെ തല കുനിഞ്ഞു നിന്നവൻ തല ഉയർത്തി. ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ്, അന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മുന്നിൽ നിൽക്കുന്ന മഹാപുരോഹിതൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന് പർവ്വതത്തിന് മുകളിൽ വെച്ച് ഡിസൈൻ കൊടുത്തതായ സർവശക്തനായ ദൈവത്തിന്റെ പുത്രൻ ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു എന്ന് അന്ന് മോശയ്ക്ക് വെളിപ്പെട്ടവൻ. സ്തോത്രം, അതേ കയ്യപ്പാവിന്റെ കണ്ണിലേക്ക് തുറച്ചു നോക്കി പറഞ്ഞു, യെസ് ഐ ആം, ഞാൻ ആകുന്നു, ഞാൻ ദൈവപുത്രൻ ആകുന്നു, യേശു ദൈവപുത്രൻ ആകുന്നു. കുവൈറ്റിൽ വ്യാപരിക്കുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ രോഗാധിപതികൾ, സ്വലോകങ്ങളുടെ ദുഷ്ടാത്മ സൈന്യം ഇന്ന് രാത്രി കേൾക്കട്ടെ, യേശു ദൈവപുത്രൻ ആകുന്നു. യേശു ദൈവപുത്രൻ ആകുന്നത്. അത് കേൾക്കുമ്പോൾ ചിലക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്നെന്ന് അവർക്ക് അറിയത്തില്ല. മഹാപുരോഹിതൻ അത് കേട്ടതും ഒരിക്കലും കീറാൻ പാടില്ലാത്ത പൗരോഹിത്യ വസ്ത്രം അവൻ കീറി. മഹാപുരോഹിതൻ ആ വസ്ത്രം കീറിയപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യത്തിൽ കിടന്നതായ ഒരു കട്ടനുണ്ട്. അത് താഴെ നിന്ന് മേലോട്ട് കീറിയെങ്കിൽ എരികടിച്ചെന്ന് പറയാമായിരുന്നു. എന്നാൽ മേലെ നിന്ന് താഴോട്ട് ദൈവം അതിനെ കീറിക്കളഞ്ഞു. ഓ ദൈവം മഹാ അതിപരിശുദ്ധ സ്ഥലത്തിന് വിശുദ്ധ സ്ഥലത്തിന് മധ്യത്തിലുള്ളതായ കർത്തനെ ദൈവം കീറിയത് കൊണ്ട് ഇന്ന് ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു യോഗത്തിന് നീ വന്നത്. ഇല്ലെങ്കിൽ 35 കൊല്ലമായിരിക്കാം നീ സ്നാനപ്പെട്ടിട്ട് ദൈവത്തിന്റെ കൃപയാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുക്കുന്ന നിന്നെ, ദൈവത്തോട് അടുക്കുന്ന നിന്നെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഒരു ഭൂതത്തിന്, ഒരു പ്രശ്നങ്ങൾക്ക്, ഒരു മനുഷ്യന് സ്തോത്രം ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അടുക്കുന്ന നിന്നെ തടുക്കുവാൻ കഴിയത്തില്ല. കാരണം ദൈവത്തോട് അടുക്കുവാൻ ഒരു പുതിയ വഴിയെ അവൻ നിന്റെ മുൻപിൽ തുറന്നു. ഇന്ന് രാത്രി ജനം അടുക്കട്ടെ ദൈവത്തിന്റെ സന്നിധിയിൽ, ആരാധിച്ചും സ്തുതിച്ചും ആരാധിച്ചും അടുക്കട്ടെ. നിങ്ങൾ ഇരിക്കുന്ന കസേരയിലെങ്കിലും ആത്മമണ്ഡലത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ജനം അടുക്കട്ടെ. വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് പഴയ നിയമത്തിൽ പുരോഹിതന്മാർ മാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തത്. പഴയ നിയമത്തിൽ ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ കർത്താവിന്റെ കൃപാസനത്തോളം കടന്നു വന്നു എങ്കിൽ ഏത് പുസ്തകം പറയുന്നത് എബ്രായർ 4:16 ധൈര്യത്തോളം കൃപ പ്രാപിപ്പാൻ, കൃപാസനത്തേക്ക് അടുക്കുവാൻ ദൈവമായ കർത്താവ് ഒരു പുതിയ വഴിയെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ സെമിനാരിയിൽ പഠിച്ചു കാണത്തില്ല, സെമിത്തേരിയിൽ പ്രസംഗിച്ചു കാണത്തില്ല, പക്ഷേ യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരെങ്കിൽ നിങ്ങൾ പുതിയ നിയമത്തിന്റെ പുരോഹിതന്മാരത്രേ. രക്ഷിക്കപ്പെട്ട സകല ദൈവത്തിന്റെ മക്കളും ഇന്ന് രാത്രിയിൽ പുരോഹിതന്മാരത്രേ. കാരണം നമുക്ക് മുൻപേ പോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഉണ്ട്. ഓ യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനത്രേ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. പഴയ നിയമത്തിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു. അഹരോൻ മഹാപുരോഹിതനാണ്. ഓ പഴയ നിയമത്തിൽ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരുമുണ്ട്. But Jesus Christ, he was not a high priest, but he is the most high priest. അവൻ സാധാരണ പുരോഹിതനല്ല, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആണ്. ലേഖനത്തിന്റെ 13 അധ്യായത്തിൽ യേശുവിനെ ശ്രേഷ്ഠത പറയുന്നു. അവൻ ദൂതന്മാർക്കാൾ വലിയവനാണ്, അവൻ പ്രവാചകന്മാർക്കാൾ വലിയവനാണ്, യാഗത്തെക്കാൾ വലിയവനാണ്, യാഗപീഠത്തെക്കാൾ വലിയവനാണ്, ദേവാലയത്തെക്കാൾ വലിയവനാണ്, പുരോഹിതന്മാരെക്കാൾ വലിയവനെന്നുള്ള യേശുവിന്റെ ശ്രേഷ്ഠത എബ്രായലേഖനം പറയുമ്പോൾ 7-ാം അധ്യായം 24-ാം വാക്യം, 25-ാം വാക്യം, എബ്രായലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? എബ്രായർ 7:25 വായിക്കുക ബ്രദർ. അതുകൊണ്ട് അവൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, പക്ഷപാതം ചെയ്യുവാൻ, സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ, സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ഒരിക്കൽ കൂടെ അവനെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ഒരിക്കൽ കൂടെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞേ, പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ശക്തിയോടെ റെഡി 1 2 3.
നിയമത്തിൽ ഭാഗികമായി പോലും ഒരു പുരോഹിതൻ ആരെയും രക്ഷിക്കാതെ ഇരുന്നപ്പോൾ പുതിയ നിയമത്തിൽ വേദപുസ്തകം പറയുന്നു യേശു കർത്താവ് പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ ആകുന്നു. പഴയ നിയമത്തിൽ യാഗം കഴിപ്പാൻ പുരോഹിതൻ നിന്നെങ്കിൽ പുതിയ നിയമത്തിൽ യേശു കർത്താവ് യാഗമായി തന്നെ അവൻ അതേ ദൈവസന്നിധിയിൽ നിന്നു സ്തോത്രവൻ പൂർണ്ണമായി നമ്മെ രക്ഷിക്കുന്നവനത്രേ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, യേശു ഈ ലോകത്തിൽ വന്നത് ലോകത്തെ ശിക്ഷിപ്പാനല്ല, പകരം ദൈവത്തിന്റെ കൃപയാൽ രക്ഷിപ്പാൻ അത്രേ. മനുഷ്യനെ ശിക്ഷയിലേക്ക് തകർച്ചയിലേക്ക് നടത്തുന്ന കാര്യമത്രേ പാപം. പാപം മനുഷ്യന്റെ ജീവിതത്തെ നന്മ ചെയ്യുന്നില്ല, പാപം മനുഷ്യന്റെ ജീവിതത്തെ തകർക്കുന്നു. വേദപുസ്തകം പറയുന്നു പാപം അത് അണലി വിഷം പോലെ ആയിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നൊക്കെ ആവർത്തിച്ച് വേദപുസ്തകം പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വലിയൊരു യോഗം സ്തോത്രം നടക്കുകയുണ്ടായി. അവിടുത്തെ കോർപ്പറേഷൻ ഗ്രൗണ്ട് പുത്തിരിക്കേണ്ട മൈതാനത്തിൽ. ആ മീറ്റിംഗ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം സ്തോത്രം 96-ാം വർഷത്തിലാണ് നടക്കുന്നത്, 1996. ആ മീറ്റിംഗിന്റെ പിറ്റേ ദിവസം ഒരു സഹോദരൻ വിളിക്കുക, അവൻ സ്തോത്രം ഫോൺ ചെയ്യുക, ഒത്തിരി പ്രാവശ്യം ഫോൺ ചെയ്യുക, കണ്ടേ പറ്റത്തുള്ളൂ. സ്തോത്രം അന്ന് ഇതുപോലെ അതേ ടെലിഫോൺ ഫെസിലിറ്റി, മൊബൈൽ ഫോൺ ഫെസിലിറ്റി ഒന്നുമില്ല. സ്തോത്രം ഒരു സ്പോട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അവിടെ അദ്ദേഹം കടന്നു വന്നു. ദീർഘദൂര യാത്ര ചെയ്താണ് വിലയേറിയ കാറിൽ അസ്മുഖനായ യുവാവ് വന്നിറങ്ങിയത്. അവൻ വന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനി നടത്തുന്നവനാണ്. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഫാർ ഈസ്റ്റിൽ യാത്ര ചെയ്യുകയായിരുന്നു. തായ്ലൻഡ്, സ്തോത്രം, തായ്വാൻ, അതുപോലെ സിംഗപ്പൂർ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഞാൻ 2 ആഴ്ചയായിരുന്നു. എനിക്ക് വിവാഹം കഴിഞ്ഞു. സ്തോത്രം 2.5 വയസ്സ് പ്രായമുള്ളതായ ഒരു മകളുണ്ട്. ഒരു ദിവസം സ്തോത്രം 2 ആഴ്ച എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭാര്യയിൽ നിന്ന് ഞാൻ അകന്നായിരുന്നു. ആ ഹോട്ടലിലേക്ക് അദ്ദേഹം സ്തോത്രം ആ കോൺഫറൻസ് കഴിഞ്ഞ് കയറാൻ വേണ്ടി നിന്ന് ലിഫ്റ്റിൽ സ്വിച്ച് അമർത്തുമ്പോൾ സുന്ദരിയായ ഒരു പെണ്ണ് ഓടി വന്നിട്ട് പറഞ്ഞു, സർ, ടുനൈറ്റ് ഐ വാണ്ട് ടു സ്ലീപ് വിത്ത് യു. ഇന്ന് രാത്രി നിങ്ങളുമായി ഞാൻ കിടക്ക പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആ ദുർബല നിമിഷത്തിൽ അവൻ വീണു. സ്തോത്രം അവളുമായി ആ റൂമിൽ പ്രവേശിച്ചു. അന്ന് രാത്രി അവൻ പാപത്തിൽ സ്തോത്രം തകർക്കപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോൾ ആ കിടക്കയിൽ അവൾ ശൂന്യമായിരിക്കുന്നു. ആ പെൺകുട്ടി ഇല്ല. സ്തോത്രം, ലാപ്ടോപ്പ് പോയിട്ടില്ല, പൈസ പോയിട്ടില്ല, വേറെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പകരം ഒരു കുറിപ്പ് മാത്രം അവിടെ എഴുതി വച്ചിരിക്കുന്നു, വെൽക്കം ടു എയ്ഡ്സ് ഫാമിലി. എയ്ഡ്സ് കുടുംബത്തിലേക്ക് സ്വാഗതം. മാസങ്ങൾ ചിലത് മുന്നോട്ട് പോയി. കലശലായ പനിയുണ്ടായി, ചുമയുണ്ടായി, കുറയുന്നില്ല. പോയി അവസാനം ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ മുന്തിയ ആശുപത്രികളിൽ നിന്ന് റിസൾട്ട് പുറത്തു വന്നു, HIV പോസിറ്റീവ്. ആനിര പോലെ ഒരു ഇല പോലെ വന്നെന്ന് വിറച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഒരേ ഒരു പ്രാവശ്യം പക്ഷേ എന്നെ തകർത്ത് കളഞ്ഞു. ഇന്ന് രാത്രി വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധി ഞാൻ വിളിച്ചു പറയട്ടെ, പാപം ദൈവത്തിന് മുൻപിൽ പാപം തന്നെയാണ്. അത് 1 പ്രാവശ്യം ചെയ്താലും 1,00,000 പ്രാവശ്യം ചെയ്താലും പാപം നിന്റെ ജീവിതത്തെ തകർത്ത് കളയും. പാപം നിന്റെ ജീവിതത്തെ മുടിച്ചു കളയും. സുവിശേഷം പ്രസംഗിക്കുന്നവരാണെങ്കിലും സുവിശേഷം കേൾക്കുന്നവരാണെങ്കിലും there is no tolerance before God for sin. ദൈവത്തിന്റെ പാപം ഒരിക്കലും സഹിക്കുവാൻ കഴിയത്തില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കുക തന്നെ ചെയ്യും. വേദപുസ്തകം പറയുന്നു, ആദിമ മനുഷ്യനായ ആദാം തുടങ്ങി സകലരും ദൈവത്തിന് മുൻപിൽ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ അകന്നിരിക്കുന്നു. നീതിമാൻ ആരുമേയില്ല, ഒരുത്തൻ പോലുമില്ല. സമുദ്രജലത്തിൽ എല്ലായിടത്തും ഉപ്പ് പരന്നിരിക്കുന്നത് പോലെ മനുഷ്യ സംസ്കാരത്തിൽ എല്ലാ നിറത്തിൽ, എല്ലാ രാജ്യങ്ങളിൽ, എല്ലാ കൾച്ചറിൽ, എല്ലാ കളറിൽ സകലരും പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നിരിക്കുകയാണ്. ഈ പാപത്തിൽ വീണുപോയതായ മനുഷ്യനെ രക്ഷപ്പെടുവാൻ തക്കവണ്ണം പാപമില്ലാത്ത രക്തം ചൊരിയപ്പെടേണ്ടത് ആവശ്യം. ഓർക്കുക, സമാഗമന കൂടാരത്തിന് മുൻപാകെ, ശലോമോന്റെ ആലയത്തിന് മുൻപാകെ 10,000-കണക്കിനല്ല ലക്ഷക്കണക്കിന് യാഗങ്ങൾ ഇതാ ദൈവമായ കർത്താവ് നിയമിക്കുകയുണ്ടായി. എബ്രായലേഖനം 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വേദപുസ്തകം പറയുന്നു, പഴയ നിയമത്തിലെ യാഗങ്ങൾ മനുഷ്യന്റെ പാപത്തെ മറയ്ക്കുവാനേ കഴിഞ്ഞുള്ളൂ, മായ്ക്കുവാൻ കഴിഞ്ഞതേ ഇല്ല. ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ആലയം നിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടന ദിവസത്തിൽ 22,000 കാളകളെ, 1,22,000 ആടുകളെ അവൻ യാഗം കഴിച്ചു. ആ രക്തത്തിനൊക്കെയും മനുഷ്യന്റെ പാപത്തെ മായ്ക്കുവാൻ കഴിയത്തില്ല, മറയ്ക്കുവാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ വിശുദ്ധ രക്തം ലോകത്തിലേക്ക് ചൊരിയപ്പെടണം. ഞാൻ ആവർത്തിക്കുന്നു, പരിശുദ്ധ രക്തം, പാപമില്ലാത്ത രക്തം, നീതിമാന്റെ രക്തം ഈ ലോകത്തിലേക്ക് ചൊരിയപ്പെടേണ്ടത് ആവശ്യം. സകലരും പാപികളാണെന്ന് കേട്ടല്ലോ. അപ്പൊ പാപമില്ലാത്തവനെ എവിടെയാ കാണുവാൻ കഴിയുന്നത്? ഗ്രാമത്തിലല്ല, പട്ടണത്തിലല്ല, ഹൈലാൻഡിലും ബൈലാൻഡിലും ഐലാൻഡിലുമല്ല. പാപമില്ലാത്തവനെ കാണണമെങ്കിൽ ഭൂമിയിൽ പരതരുത്, സ്വർഗത്തിലേക്ക് നോക്കിയാട്ടെ. ലക്ഷോപലക്ഷം, കോടാനുകോടി ദൂതന്മാരുടെ മധ്യത്തിൽ, അതിവ
വസിക്കുന്ന ദൈവം അവൻ പരിശുദ്ധൻ അത്രേ. യെശയ്യാ 6:3, വെളിപ്പാട് 4:8 തിരുവചനം ആവർത്തിച്ചു പറയുന്നു. സർവശക്തനായ ദൈവത്തെ നോക്കി ഇപ്രകാരം ദൂതന്മാർ വിളിച്ചു പറയുന്നു, സ്വർഗത്തിലെ ദൈവം, ഓ ദൈവമായ കർത്താവ്, അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അർത്ഥം പിതാവായ ദൈവം പരിശുദ്ധൻ, രണ്ട് പുത്രനായ ക്രിസ്തു പരിശുദ്ധൻ. ഇന്ന് രാത്രി ഹോളിന്റെയും പരിസരത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവ്, അവൻ പരിശുദ്ധൻ അത്രേ. ദൈവം പരിശുദ്ധൻ അത്രേ. ഏക പരിശുദ്ധനായ ദൈവം, പാപമില്ലാത്തവനായ ദൈവം. സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. സ്വർഗത്തിൽ അവനിൽ പാപമില്ല. ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോഴും ആ കർത്താവായ യേശുവിൽ പാപം ഉണ്ടായിരുന്നതേ ഇല്ല. ശ്രദ്ധിക്ക്, സ്വർഗത്തിൽ ദൈവത്തിൽ പാപമില്ലാത്ത പോലെ ഭൂമിയിൽ വന്നപ്പോഴും യേശു ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, നിങ്ങളെയാർ എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? കൂടെ നടന്ന പത്രോസ് പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല. സ്തോത്രം. ഫ്ലാവിയോസ് ജോസീഫസ് എന്ന ചരിത്രകാരൻ പറയുന്നു, സ്തോത്രം, അതെ, പീലാത്തോസിന്റെ അതെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ സ്തോത്രം ടിപ്സ് പറ്റി യേശുവിന്റെ കുറ്റം കണ്ടുപിടിക്കുന്ന കണ്ണുമായി നടന്നതായ മഹാപുരോഹിതന്റെ ചാരൻ എന്ന പോലെ നടന്നവനായ സ്തോത്രം, അതെ, യൂദാ പോലും ഇപ്രകാരം വിളിച്ചു പറയുന്നു, അയ്യോ, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. പീലാത്തോസ് യേശുവിനെ മറിച്ചും തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിട്ട് ഇവണ്ണം വിളിച്ചു പറയുന്നു, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. പീലാത്തോസിന്റെ ഭാര്യ പറയുന്നു, അവൻ നീതിമാനാണ്, അവന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. 100 കണക്കിന് ആൾക്കാരെ ക്രൂശിച്ചു കൊന്ന സ്തോത്രം ശതാധിപൻ, 100 കണക്കിന് ആൾക്കാർ ക്രൂശിൽ മരിച്ചത് അവൻ കണ്ടിട്ടുണ്ട്. ഏകദേശം 3 ദിവസം വരെ ഒരുവൻ ക്രൂശിൽ തൂങ്ങി നിന്ന് കുറെ നേരം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞ് അവന്റെ തലച്ചോറിലെ ഞരമ്പുകൾ ഉടയ്ക്കപ്പെട്ട് ഭ്രാന്തനെ പോലെ പുലഭ്യം പറഞ്ഞാണ് എല്ലാവരും മരിക്കുന്നത്. പക്ഷേ ഇവരോ അവസാന നിമിഷം വരെ യേശുവോ നല്ല സുബോധത്തോടെ തന്നെ ക്രൂശിന്മേൽ തൂങ്ങി നിന്നു. അർത്ഥം, ഇന്ന് രാത്രി സാത്താൻ പാരമ്പര്യം അടച്ചിരിക്കുന്ന, ബുദ്ധി അടച്ചിരിക്കുന്ന സകലതും അധികാരമുള്ള യേശുവിൻ നാമത്തിൽ നിന്റെ മനസ്സ് തുറക്കപ്പെടേണ്ടതിന് വേണ്ടി യേശു കർത്താവ് വളരെ തെളിവോടെ, വളരെ കൃത്യതയോടെ, ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ ക്രൂശിന്മേൽ തൂങ്ങി, ഓർമ്മയോടെ ക്രൂശിന്മേൽ തൂങ്ങി നിൽക്കുന്നത് കണ്ട് ക്രൂസിഫിക്ഷന് സ്തോത്രം നേതൃത്വം നൽകിയ ശതാധിപൻ പോലും വിളിച്ചു പറഞ്ഞു, ഇവൻ നീതിമാൻ തന്നെ, ഇവൻ ദൈവപുത്രൻ തന്നെ. എന്തിനേറെ പറയുന്നു, യേശു മാത്രമല്ല, ശിഷ്യവൃന്ദൻ മാത്രമല്ല, രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല, മതമണ്ഡലങ്ങൾ മാത്രമല്ല, കുറ്റം കണ്ടുപിടിക്കാനും ദൈവമക്കളെ കുറ്റം പറഞ്ഞു നടക്കുന്ന, ദൈവമക്കൾക്കെതിരെ കുറ്റം പറഞ്ഞു നടക്കുന്ന സാത്താനുണ്ടല്ലോ. യേശുവിന്റെ വിശുദ്ധിയുടെ സന്നിധിയിൽ ആരിനെ പോലെ വിളച്ചിട്ട് ആ സ്തോത്രം സാത്താൻ പോലും പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. സ്തോത്രം. പാപമില്ലാത്തവനായ ദൈവം, പരിശുദ്ധനായ ദൈവം, ദൂതന്മാരെക്കാളും പരിശുദ്ധൻ. അർത്ഥം, ഗബ്രിയേലിനേക്കാൾ, മീഖായേലിനേക്കാൾ പരിശുദ്ധനായ ദൈവം, സ്വർഗത്തെക്കാൾ പരിശുദ്ധനായ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് സഹോദരനെ നിനക്ക് വേണ്ടി മരിക്കുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. കത്തോലിക്ക പള്ളി നിനക്ക് വേണ്ടി മരിച്ചില്ല, പെന്തിക്കോസ് ഗ്രൂപ്പ് നിനക്ക് വേണ്ടി മരിച്ചില്ല, നിന്റെ പാരമ്പര്യം നിനക്ക് വേണ്ടി മരിച്ചില്ല. അവർക്കാർക്കും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല. പകരം യേശു നിങ്ങൾ മിണ്ടുന്നില്ല. യേശു ദൈവപുത്രനായ യേശു ഇന്ന് രാത്രിയിലും കൃപയാൽ നിന്നെ രക്ഷിക്കുന്നവനത്രേ. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക, ബ്രദർ സുരേഷ് ബാബു, അതെങ്ങനെയാ സംഭവിക്കുന്ന? മറ്റൊരുത്തൻ മരിക്കുമ്പോ ഞാൻ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നത്? ഒരു യഥാർത്ഥ സംഭവം പറയട്ടെ. സ്തോത്രം. അത് രാമേശ്വരം ദ്വീപിൽ ദൈവകൃപയിൽ വളരെ ശക്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ ശോഭിക്കുന്ന ഒരു ദൈവദാസനുണ്ട്. ഞങ്ങൾക്ക് 7 സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ട്. സ്തോത്രം. 7 സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ട്. 7 സ്പിരിച്വൽ ലീഡറിൽ ഒരൊറ്റ മലയാളി ഞങ്ങൾക്കുള്ളൂ. സ്തോത്രം. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് പാസ്റ്റർ എം പൗലോസ് എന്ന ദൈവത്തിന്റെ ദാസൻ രാമേശ്വരം ദ്വീപിലാണ് ശുശ്രൂഷിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് യോഗത്തിന് വേണ്ടി അദ്ദേഹം രാമേശ്വരം ദ്വീപിലേക്ക് എന്നെ കൊണ്ടുപോകാൻ സ്തോത്രം മധുരയിൽ നിന്ന് എന്നെ പിക്ക് ചെയ്തു. സ്തോത്രം. ഇന്ത്യ മഹാരാജ്യത്തിനും അതേ രാമേശ്വരം ദ്വീപിനും മധ്യത്തിൽ നിൽക്കുന്ന ഒരു പാലമുണ്ട്. രാംകോ സിമെന്റിന്റെ പരസ്യത്തിൽ നിങ്ങൾ കണ്ടിരിക്കും പമ്പൻ പാലം. ആ പമ്പൻ പാലത്തിന് പാരലായി പണ്ട് ബ്രിട്ടീഷുകാർ പണിതതായ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. പമ്പൻ പാലം വളരെ ഹൈറ്റിലാണ്. അത്രത്തോളം ഹൈറ്റ് ഇല്ലാതെ അതേ സ്തോത്രം ഈ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. കപ്പൽ വരുമ്പോൾ അതിനെ നിങ്ങൾക്ക് വിടർത്തി കൊടുക്കും.
കൊടുക്കാം. അത് ട്രെയിൻ വരുമ്പോൾ അതിന് നിങ്ങൾക്ക് യോജിപ്പിക്കാം. കപ്പൽ വരുമ്പോൾ വിടർത്തുവാനും ട്രെയിൻ വരുമ്പോൾ യോജിപ്പിക്കാനും രാത്രിയും പകലും നന്നായി ഒരു മനുഷ്യൻ അവിടെ ജോലി ചെയ്തിട്ടിടുന്ന ഒരു അവധി ദിവസം, ഇത് അവധിക്കാലമാണല്ലോ, ഇതുപോലൊരു അവധി ദിവസം സ്തോത്രം ഒരു മനുഷ്യൻ അഹോരാത്രം അവിടെ ജോലി ചെയ്തതായ സമയത്ത് സ്തോത്രം അദ്ദേഹം കണ്ടു തന്റെ മകനിതാ ഉച്ചഭക്ഷണവുമായി തന്റെ അടുക്കലേക്ക് വരികയാണ്. എന്റെ മകൻ വരട്ടെ, നല്ല കാര്യം. അപ്പനിതാ കാത്തിരുന്നു. പെട്ടെന്ന് ഒരു അറിയിപ്പുണ്ടായി, വിടർന്നിരിക്കുന്നതായ ആ പാലത്തെ ഒന്ന് ക്രമീകരിക്കണം, ഒന്ന് യോജിപ്പിക്കണം. ഇതാ ചെന്നൈ പട്ടണത്തിലേക്ക് ട്രെയിൻ പുറപ്പെടുകയാണ്. ആ മനുഷ്യൻ എഴുന്നേറ്റു, വേഗത്തിൽ ഓടി ആ പൽചക്രം ചിരിക്കാൻ തുടങ്ങി. ഒരു സെക്കൻഡ് പോലും കളയുവാൻ സമയമില്ല. വേഗത്തിൽ ആ പൽചക്രം തിരിച്ച് ആ പാലത്തെ യോജിപ്പിക്കണം. ആ കുഞ്ഞ് ആ ആഹാരമായി വന്ന് നോക്കുമ്പോൾ തന്റെ അപ്പൻ ഭയങ്കരമായി ഇത് അധ്വാനിക്കുകയാണ്. ആ ആഹാരത്തെ ഒരു സ്ഥലത്ത് വെച്ച് തന്റെ അപ്പന്റെ അടുക്കലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, പാപ്പ ഞാനും കൂടെ നിന്നെ സഹായിക്കട്ടെ. അപ്പൻ ആ പൽചക്രം ചലിപ്പിക്കുന്നതനുസരിച്ച് മോനും കൂടെ ആ ഹാൻഡിൽ പിടിച്ച് തിരിക്കുവാൻ തുടങ്ങി. അല്പം നേരം മുന്നോട്ട് പോകുമ്പോൾ ആ കുഞ്ഞ് കൈ ആ പൽചക്രത്തിൽ നിന്ന് തെന്നിമാറി ചക്രങ്ങളെ ഇടയിൽപ്പെട്ടു. ഒന്ന് നന്നായിട്ട് ആ കൈകൾ ഉടഞ്ഞു. ഒരു മീനിനെ പോലെ അവന് പിടച്ചിട്ട് പറഞ്ഞു, പാപ്പായേ ഒന്ന് തിരിച്ചു കറക്കിക്കേ. എന്നാൽ അപ്പൻ എത്രയോ വർഷങ്ങളായി ജോലി ചെയ്യുന്നവനറിയാം, ഒരു സെക്കൻഡ് പോലും കളയാനില്ല. പിന്നോട്ട് തിരിച്ചാൽ ഒരു ജീവനെ രക്ഷിക്കാം, മുന്നോട്ട് തിരിച്ചാൽ ഒരു ട്രെയിനെ രക്ഷിക്കാം. ഞാൻ ആവർത്തിക്കട്ടെ, പിന്നോട്ട് തിരിച്ചാൽ ഒരു ജീവനെ രക്ഷിക്കാം, മുന്നോട്ട് തിരിച്ചാൽ ഒരു ട്രെയിനിലുള്ള 100 കണക്കിന് ജീവിതങ്ങളെ രക്ഷിക്കാം. ഒരു കച്ചവടക്കാരനെ പോലെ, ലാഭമുണ്ടാക്കുന്ന ഒരു വ്യക്തിയെ പോലെ, ഒരു കച്ചവടക്കാരനെ പോലെ തന്റെ മോനിൽ നിന്ന് തന്റെ ദൃഷ്ടിയെ ദൂരേക്ക് എടുത്തു വെച്ചിട്ട് അല്ലെങ്കിൽ ദൂരേക്ക് പായിച്ചിട്ട് തന്റെ ഹാൻഡിൽ മുന്നോട്ട് തിരിക്കുവാൻ തുടങ്ങി. സെന്റിമീറ്ററായി, ഇഞ്ച് ബൈ ഇഞ്ചായി ആ കുഞ്ഞിന്റെ ശരീരം പൽചക്രങ്ങളെ ഉള്ളിൽ കയറാൻ തുടങ്ങി. അവർ പടഞ്ഞിട്ട് പറഞ്ഞു, പപ്പായേ നീ എന്താ കാണിക്കുന്നേ? ഒന്ന് നിർത്തിക്കേ, എന്റെ കൈ തകരുന്നു, എന്റെ ശരീരം ഉടയുന്നു. ശരീരം മുഴുവൻ തകർക്കപ്പെട്ടു. ഒരു റബ്ബർ ബോൾ പോലെ ആ തലയും പൊട്ടിച്ചു തറി. പാലം യോജിച്ചു. അടുത്ത സെക്കൻഡ് ട്രെയിൻ പാഞ്ഞു കയറി. ആ ട്രെയിൻ മുന്നോട്ട് പോകുമ്പോൾ അകത്തിരിക്കുന്നവർ പറയും, നല്ല യാത്ര, നന്നായിരിക്കുന്നു, നല്ല ജീവിതം, നന്നായി പോകുന്നു. പക്ഷെ മറന്നു പോകല്ല, ഇപ്പുറത്ത് ഒരുവൻ തകർന്നത് കൊണ്ടാണ്, ഇപ്പുറത്തൊരുവൻ ഉടഞ്ഞത് കൊണ്ടാണ്, ഇപ്പുറത്തൊരുവൻ തരിപ്പണമായത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിലും കുവൈറ്റിൽ നിനക്ക് നല്ല ജോലി, നല്ല കുടുംബം, നല്ല പൈസ, നന്നായിരിക്കുന്നു. അയ്യോ പോരാ പോരാ പോരാ. ഒരുവൻ നിനക്ക് വേണ്ടി തകർന്നത് കൊണ്ട്, ഒരുവൻ നിനക്ക് വേണ്ടി ഉടഞ്ഞത് കൊണ്ട്, ഒരുവൻ നിനക്ക് വേണ്ടി തരിപ്പണമായത് കൊണ്ട്, നീ പഠിച്ചത് കൊണ്ടല്ല, നീ പരീക്ഷ എഴുതിയത് കൊണ്ടല്ല, ഇന്റർവ്യൂ പാസ്സായത് കൊണ്ടല്ല, ചിതല പിടിക്കുന്ന കുറച്ച് സർട്ടിഫിക്കറ്റ് നിന്റെ അലമാരയിൽ ഉള്ളത് കൊണ്ടല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 ആണികളിൽ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി തൂങ്ങി നിന്നു. എന്നിട്ട് അവൻ ആ 2 വെളിച്ചത്തിൽ ഭൂമിയിൽ ആരെയും കാണാത്തത് കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി പ്രകാരം വിളിച്ചു പറഞ്ഞു, my God, why hast thou forsaken me? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. പിതാവായ ദൈവം അവരിൽ നിന്ന് മുഖത്തെ മാറ്റിക്കളഞ്ഞു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തില്ല. That was an unanswered prayer. ഉത്തരമില്ലാത്ത ഒരു പ്രാർത്ഥന. പക്ഷേ സ്തോത്രം, അതേ പിതാവായ ദൈവം യേശു കർത്താവിൽ നിന്ന് തന്റെ മുഖത്തെ തിരിച്ചതുകൊണ്ട് കൃപയാൽ ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടുകയുണ്ടായി. യേശു നിനക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് നീ രക്ഷിക്കപ്പെട്ടു. യേശു നിനക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് കൃപയാൽ ഇന്ന് രാത്രി നിന്റെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ പോകുന്നു. യേശു നിനക്ക് വേണ്ടി അതേ മരിച്ചത് കൊണ്ട് കൃപയാൽ ഇന്ന് രാത്രി നിനക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയും. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. വേറെ ആരും നിനക്ക് വേണ്ടി മരിച്ചില്ല. അമ്മ മരിയ നിനക്ക് വേണ്ടി മരിച്ചില്ല. പത്രോസും പൗലൂസും നിനക്ക് വേണ്ടി മരിച്ചില്ല. ഒരു വിശുദ്ധന്മാരുടെ രക്തത്തിനും നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ കഴിയത്തില്ല. ഒരു മധ്യസ്ഥനും ഇന്ന് രാത്രി നിന്നെ കത്തുന്ന നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് തള്ളി കയറ്റുവാൻ കഴിയത്തില്ല. വേറെ ഒരു നാമത്തിലും രക്ഷയില്ല. നീ ആരാണെങ്കിലും, ഏത് അച്ഛന്റെ കുടുംബത്തിൽ നീ ജനിച്ചാലും, ഏത് പോപ്പിന്റെ അതേ കസിനായി നീ ജീവിച്ചാലും, ഇന്ന് രാത്രി അൺകോംപ്രമൈസായി ഞാൻ പറയട്ടെ, മറ്റൊരുത്തിന് രക്ഷയില്ല. കുവൈറ്റിൽ മറ്റൊരുത്തിന് രക്ഷയില്ല.
ഒരൊറ്റൊരു സഭയിലും രക്ഷയില്ല, ഒരു പാരമ്പര്യത്തിന് രക്ഷയില്ല. നീ രക്ഷിക്കപ്പെടുവാൻ കത്തുന്ന നരകത്തിൽ നിന്ന് മഹത്വത്തിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ. പല നാമങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പലത് ഓർമ്മ വരുന്നു. ലയോണൽ മെസ്സി എന്ന് കേട്ടാൽ ഫുട്ബോൾ എന്ന് കുഞ്ഞുങ്ങൾ പറയും. സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് എന്ന് മക്കൾ പറയും. അതേ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ ഓ സ്തോത്രം, അതേ സിനിമയായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ എങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ ആയിരിക്കാം. മുസോളിനി എങ്കിൽ ഇറ്റലിയുടെ അതേ സ്തോത്രം ഉച്ചസ്ഥായിയുടെ ഒരു ഭരണാധിപനാണ്. ഓ ബീഥോവൻ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ആണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ നസ്രേനായ യേശു, നസ്രേനായ യേശു, നസ്രേനായ യേശു എന്ന് കേൾക്കുമ്പോൾ ഈ രാത്രിയിലും സ്വർഗം തുറക്കുന്നു, പാതാളം തുറക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ നീ രക്ഷിക്കപ്പെടുന്നു. Those who call upon the name of the Lord, they shall be saved. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഓ ഏവനും ഇന്ന് രാത്രി രക്ഷിക്കപ്പെടുന്ന സ്തോത്രം. നീ ആരാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശക്തിയുണ്ട്. വിളിച്ചു പറഞ്ഞോട്ടെ, യേശുവേ എന്നെ നീ രക്ഷിക്കണമേ, യേശുവേ എന്നെ നീ രക്ഷിക്കണമേ. രണ്ട് കരങ്ങളെ ഉയർത്തി ശബ്ദമുയർത്തി ഈ രാത്രി വിളിച്ചു പറഞ്ഞോട്ടെ, യേശുവേ എന്നെ നീ രക്ഷിക്കണമേ. യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ എന്നെ നീ രക്ഷിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി രക്ഷയുണ്ട്. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ അടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞ് ശക്തിയോടെ അവൻ എന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവരീരാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവൻ എന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവരീരാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. പാടുക, തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിരയിൽ മറവിൽ വസിച്ചിടും ഞാൻ. എല്ലാവരും ചേർന്ന് തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിരയിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കണികളിലോ പകരുന്ന വ്യാധിയിലോ പകലിലും രാവിലും പകൽ വീടും കൃപമഴവോ. എല്ലാവരും പകയന്റെ കണികളിലോ പകരുന്ന വ്യാധിയിലോ പകലിലും രാവിലും പകൽ വീടും കൃപമഴവോ. കരങ്ങളടിച്ച് തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം മറവിൽ വസിച്ചിടും ഞാൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പഴയ നിയമത്തിന് പുരോഹിതന്മാർ ഒരുത്തനെ പോലും രക്ഷിക്കാതിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, പുതിയ നിയമത്തിന് ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന യേശു ആരെയും രക്ഷിപ്പാൻ അവന് കഴിയും. ഹൃദയം തുറക്കുന്ന ഏത് പ്രസിഡന്റിനെ അവന് രക്ഷിപ്പാൻ കഴിയും, ഏത് രാജാവിനെ, ഏത് ഭിക്ഷക്കാരനെ, ആരെയും രക്ഷിപ്പാൻ യേശുവിനെ കഴിയും. അയ്യോ, നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ കേട്ടില്ല, ഏത് വലിയവരെയും ചെറിയവരെ രക്ഷിപ്പാൻ ശ്രേഷ്ഠ മഹാപുരോഹിതന് കഴിയും. കാരണം അവൻ ആരോരോ കൊല്ലപ്പെട്ടതല്ല. ഒരിക്കലും ചിന്തിക്കല്ല പടയാളി അവനെ കൊന്നതെന്നോ, ഒരിക്കലും പറയല്ലേ റോമ സ്തോത്രം സാമ്രാജ്യം അവനെ കൊന്നതെന്നോ. ഒരു സാമ്രാജ്യത്തിന്, ഒരു പടയാളിക്കും, ഒരു ഭൂതത്തിനും, ഒരു മനുഷ്യനും യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും ഞാൻ പറയട്ടെ, ഒരു പുരോഹിതന്, ഒരു പടയാളിക്ക്, ഒരു രാഷ്ട്രീയക്കാരന് യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഒരു രാഷ്ട്രത്തിന്, ഒരു സാമ്രാജ്യത്തിന്, ഒരു ഭൂതത്തിന്, ഒരു മനുഷ്യനെ യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. പകരം കർത്താവ് യേശു നിനക്ക് വേണ്ടി മരിച്ചതത്രേ. യേശു നിനക്ക് വേണ്ടി മരിച്ചു എങ്കിൽ ഈ രാത്രി നിങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയും. അവൻ തന്നെ പൂർണ്ണമായി നിന്നെ രക്ഷിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. ഒരിക്കൽ കൂടെ രക്ഷിക്കപ്പെട്ടവരുടെ ഘോഷം ഉയരട്ടെ.
ആധാർ കാർഡിൽ പേര് കാണത്തില്ല, റേഷൻ കാർഡിൽ പേര് കാണത്തില്ല, സാരമില്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ ഇന്ന് രാത്രി ദൈവം നിനക്കൊരു അവസരം നൽകിയിരിക്കുന്നു. നിന്റെ ഹൃദയത്തിന് വാതിൽ തട്ടി വിളിക്കുന്നത് കുഞ്ഞുഞ്ഞെന്ന മുഖ്യമന്ത്രിയോ അച്ചുവമ്മാവൻ എന്ന പ്രതിപക്ഷ നേതാവോ അല്ല. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു, രാജാക്കന്മാരുടെ രാജാവ്, നേതാക്കന്മാരുടെ നേതാവ് ഇന്ന് രാത്രി നിന്റെ ഹൃദയവാതിൽ തട്ടി വിളിക്കുന്നു. നിന്റെ അകത്തിരിക്കുന്ന പാപത്തെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞോട്ടെ, യേശുവേ കൃപയാൽ എന്നെ നീ രക്ഷിക്കണമേ. അവൻ തന്നെ പൂർണ്ണമായി രക്ഷിക്കുന്നത്. 7 കാര്യം പറയാൻ പറ്റും. ഒരെണ്ണം കൂടെ ചിന്തിച്ച് നമുക്ക് രാത്രി പിരിഞ്ഞു പോകാം. എല്ലാം പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിക്കത്തില്ല. 7:24 എബ്രായലേഖനം 7-ാം അധ്യായം 24-ാം വാക്യം. എബ്രായലേഖനം 7-ാം അധ്യായം 24-ാം വാക്യം. ഹീബ്രൂസ് 7:24 എബ്രായലേഖനം 7:24 വായിക്കണം. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ആകുന്നു പ്രാപിച്ചിരിക്കുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാട്ടെ. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട്, എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട്. അടുത്തിരിക്കുന്ന 2 പേരെ തൊട്ട് മൂത്തോക്കി ചിരിച്ചിട്ട് പറയണം, അവന് ഒരിക്കലും മരിക്കുന്നില്ല. പറഞ്ഞാട്ടെ, ഒരിക്കലും മരിക്കുന്നില്ല, ഒരിക്കലും മരിക്കുന്നില്ല, ഒരിക്കലും മരിക്കുന്നില്ല, ഒരിക്കലും മരിക്കുന്നില്ല, ഒരിക്കലും മരിക്കുന്നില്ല. അന്ന് വന്നത് മരിക്കാൻ വേണ്ടിയാണ്, പക്ഷെ ഇനി അവൻ ഒരിക്കലും മരിക്കുന്നില്ല. സ്തോത്രം. അന്നവൻ വന്നത് മരിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. പക്ഷെ ഇനി അവൻ ഒരിക്കലും മരിക്കുന്നില്ല. മലയാള മനോരമ ഫ്രണ്ട് പേജിൽ മുത്തുക്കുടയൊക്കെ എടുത്ത് ഉയർത്തി നിർത്തി ഇന്ന പുള്ളി കാലം ചെയ്തു എന്ന് നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, കാലങ്ങളും നിർമ്മിച്ചവൻ ഒരിക്കലും കാലം ചെയ്യുന്നതേ ഇല്ല. എന്റെ കാലങ്ങളെ നിർമ്മിച്ചവൻ കാലം ചെയ്യുന്നില്ല. കാലങ്ങളെ നിർമ്മിച്ച എന്റെ കർത്താവ് ഇനിമേലാൽ കാലം ചെയ്യുവാൻ പോകുന്നതേ ഇല്ല. സ്തോത്രം. ബൈബിൾ പറയുന്നു, സ്തോത്രം, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് മതം സ്ഥാപിക്കാനല്ല. യേശു ഈ ലോകത്തിൽ മരിക്കുവാൻ വേണ്ടി തന്നെ ആണ് കടന്നു വന്നത്. എന്നാൽ യേശു ഈ ലോകത്തിൽ നോക്കി മരിച്ചു പോകും എന്നല്ല അവൻ പറഞ്ഞത്. അയ്യോ എന്താണ്, ഞാൻ കൃപയാണ്, ഞാൻ ഒന്നുമല്ലാത്തവനാണ്, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. സ്തോത്രം. എന്നാൽ യേശു കർത്താവ് ഞാൻ മരിക്കും, 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 ഞാൻ മുറിവേൽക്കും, എനിക്ക് കിരീടമുണ്ട്, ഇതൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർക്കും, ഉയർക്കും, ഉയർക്കും എന്നാണ്. എവിടെ കർത്താവ് ക്രൂശിലെ മരണം പറഞ്ഞു, അതേ എമൗണ്ടിൽ, അതേ നാണയത്തിൽ, അതേ വാക്യത്തിൽ തൊട്ടടുത്ത് അവന് ഉയർപ്പും പറയുകയുണ്ടായി. നീ തകർച്ചയല്ല പറയേണ്ടത്, നീ 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 വളർച്ചയല്ല പറയേണ്ടത്, നീ പറയേണ്ടത് ഉയർച്ചയാണ് നീ പറയേണ്ടത്. കാരണം നീ എന്ത് വിതയ്ക്കുമോ അതാണ് നിന്റെ ജീവിതത്തിൽ കൊയ്യുന്നത്, എന്ത് പറയുമോ അതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ തോമസ് അല്ല, ദൈവത്തിന്റെ പുത്രനായ കർത്താവായ ക്രിസ്തു മാത്രമേ. യേശു കർത്താവ് തന്റെ തകർച്ചയല്ല പറഞ്ഞത്, അവൻ ഉയർച്ചയാണ് പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി അധരങ്ങളെ തുറന്നൊന്ന് ദൈവത്തെ സ്തുതിക്ക്. ഈ അന്തരീക്ഷം ചൂടുപിടിക്കുകയാണ്, ഈ അന്തരീക്ഷത്തിന്റെ അവസ്ഥ മാറുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പോയ പ്രവാചകനും വരാൻ പോകുന്ന പ്രവാചകനും മിസ്കാൾ കൊടുക്കുമ്പോൾ തിരിച്ചു വിളിക്കുന്ന പ്രവാചകന് എന്ത് പറഞ്ഞു അതെനിക്ക് വിഷയമല്ല. ഇന്ന് രാത്രി നീ നിന്നെക്കുറിച്ച് പറയേണ്ടത്, നിന്നെക്കുറിച്ച് നീ പ്രവചിച്ചു പറയേണ്ടത്, നീ തളർച്ചയല്ല പറയേണ്ടത്, ഉയർച്ചയാണ് നീ പറയേണ്ടത്. അയ്യോ ബ്രദർ, സ്തോത്രം, പ്രവചനം മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ. ചില സമയത്ത് അത് നമുക്കൂടെ അത് പ്രയോജനപ്പെടും. കാരണം എന്താ, കർത്താവ് യേശു ലോകങ്ങളുടെ ഏറ്റവും സക്സസ്ഫുൾ പ്രവാചകൻ. സ്തോത്രം. തന്നെ നോക്കി അവൻ പ്രവചിച്ചു. യേശു വില്ലേജുകളെ, ഗ്രാമങ്ങളെ നോക്കി, പട്ടണങ്ങളെ നോക്കി, ജാതികളെ നോക്കി, ഭൂമിയെ നോക്കി, മാത്രമല്ല ആകാശത്തെ നോക്കി ഒക്കെ കർത്താവ് പ്രവചിക്കുക മാത്രമല്ല ചെയ്തത്, അവൻ തന്നെ കുറിച്ചും പ്രവചിച്ചു. ഇന്ന് രാത്രി, ഈ രാത്രി ഈ സെഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് കണ്ണാടി എടുക്കണം. കണ്ണിൽ വെക്കുന്നതല്ല, മുഖത്ത് നോക്കുന്ന കണ്ണാടി എടുത്തു വെച്ചിട്ട് പറയണം, നീ തകർച്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നിന്നോട് തന്നെ നീ പ്രവചിക്കണം, നിന്നോട് തന്നെ നീ പ്രവചിക്കണം. പറ, നിന്നോട് തന്നെ പ്രവചിക്കണം. ഞാൻ താഴ്ചയല്ല, ഞാൻ ഉയർച്ച പ്രാപിക്കും. അടഞ്ഞ വാതിലുകൾ തുറക്കും. സ്തോത്രം. ഞാൻ ഉടഞ്ഞവനെങ്കിലും എന്റെ സുഗന്ധമിത അമേരിക്ക മുതൽ ഓസ്ട്രേലിയ വരെ വ്യാപരിക്കാൻ പോകുന്നു. ലക്ഷങ്ങൾക്ക് ഞാൻ അനുഗ്രഹമാകും, ഞാൻ ഒരു അത്ഭുത വിഷയമാകും. മറ്റുള്ളവർക്ക് മാത്രമല്ല, ഞാൻ എനിക്ക് പോലും ഒരു അത്ഭുതം ആകും. യേശുവിന്റെ നാമത്തിൽ നിന്റെ തകർച്ചയല്ല നീ പറയേണ്ടത്, നിന്റെ ഉദ്ധാരണം പറ, നിന്റെ ജയം വിളിച്ചു പറ. ഒരു ദിവസം യെരൂശലേം ദേവാലയത്തിന് അരികിൽ നിൽക്കുന്ന യേശു കർത്താവിനോട് ആരാണ്ട് പറഞ്ഞു, നോക്ക് ഞങ്ങളുടെ പള്ളി നോക്ക്, ഞങ്ങളുടെ ആലയം നോക്ക്, 46 വർഷം കൊണ്ടാണ് ഞങ്ങളിത് പണിതത്. യേശു നോക്കുമ്പോൾ കാണുന്നത് പാസ്റ്റും പ്രസന്റും മാത്രമല്ല, ഫ്യൂച്ചറും കൂടെ അവന് കാണാം. യേശു കാണുന്നത് ഇന്നലെയും ഇന്നും മാത്രമല്ല. മനുഷ്യൻ നിന്നെ നോക്കുമ്പോൾ കാണുന്നത് നിന്റെ ഇന്നലെയും ഇന്നും മാത്രമാണ്. എന്നാൽ കർത്താവ് നീ കണ്ടിട്ടില്ലാത്ത, ഭൂതം കണ്ടിട്ടില്ലാത്ത, മന്ത്രവാദി കണ്ടിട്ടില്ലാത്ത നിന്റെ നാളെയും കൂടെ എന്റെ കർത്താവ് കാണുന്നുണ്ട്. നിന്റെ ആരംഭത്തെക്കാൾ നിന്റെ അവസാനം നല്ലതാകാൻ വേണ്ടി പോകുന്നു. അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, സുവിശേഷകരെ, ദൈവദാസന്മാരെ, ഇന്ന് രാത്രി ഒരു പ്രവചന ദൂതൻ ഞാൻ
സമയത്ത് ഞാൻ പറയട്ടെ, നിന്റെ ശുശ്രൂഷയുടെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ ആരംഭത്തെക്കാൾ നിന്റെ അവസാനം നല്ലതാകാൻ വേണ്ടി പോകുന്നു. ഓ സ്തോത്രം. സാധാരണ മനുഷ്യനെ നിന്റെ ഇന്നലെയും ഇന്നും മാത്രമാണ് കണ്ടത്. എന്നാൽ സ്തോത്രം, നീ ഇന്നത്തെ ഞെക്കമല്ല നീ കാണേണ്ടത്, നാളത്തെ ജയമത്രേ നീ കാണേണ്ടത്. മഹാസമുദ്രം പോലെ വന്നു കിടന്ന മിഥ്യാനിയ ശക്തികളെ നോക്കി ഭയപ്പെട്ട എല്ലാവരുമായിരിക്കുമ്പോൾ ഒരു വാക്കത്തി പോലും നേരെ പിടിച്ചിട്ടില്ലാത്ത ഗിദിയോനെ നോക്കി ദൈവം വിളിച്ചത് പരാജയപ്പെട്ടവനെ എന്നല്ല, പേടിത്തൊണ്ടനെ എന്നല്ല, പാറായേല്. ഒരിക്കൽ കൂടെ പറഞ്ഞു ദേവദാസന്മാരെ, പരാക്രമശാലിയെ ഒറ്റ മനുഷ്യനെ പോലെ കടന്നുപോയി, ഒറ്റ മനുഷ്യനെ പോലെ കടന്നുപോയി. നാളെ അടുത്ത ആഴ്ചകൾ അടുത്ത ദിവസത്തിൽ അവനോട് വെളിപ്പെടുന്ന നാളത്തെ വിജയം നോക്കി ദൈവം ഇന്നേ പറയുകയാണ്, നീ പേടിത്തൊണ്ടനല്ല, നീ പരാക്രമശാലിയാണ്. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് നാളെ വരുന്ന വലിയ പകർച്ച, നാളെ വെളിപ്പെടുന്ന വലിയ ശുശ്രൂഷ, നാളെ വരുന്ന ആത്മാക്കളുടെ വിടുതൽ, നാളെ വെളിപ്പെടുന്ന വലിയ മൂർച്ച, ലോകരാജ്യങ്ങളിൽ നാളെ വെളിപ്പെടുന്ന വലിയ പദ്ധതികൾ നോക്കി ഓ ഇന്നേ പ്രവചിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി സ്തോത്രം. ഇന്നത്തെ ഞെരുക്കമല്ല, നാളത്തെ വിശാലതയാണ് നീ പ്രവചിക്കേണ്ടത്. യേശു കർത്താവ് ആലയത്തെ നോക്കി പറഞ്ഞു, ഈ ആലയം പൊളിഞ്ഞു പോകും, ഈ ആലയം നാളെ കാണത്തില്ല, പക്ഷെ എന്റെ ശരീരമാകുന്നതായ ആലയത്തൊന്ന് പൊളിക്ക്, മുൾക്കിരീടത്താൽ പൊളിക്ക്, ചാട്ടവാറിനാൽ പൊളിക്ക്, ക്രൂശിൽ വെച്ച് പൊളിക്ക്. 6 ദിവസം കൊണ്ട് പ്രകൃതിയും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച യേശു പറഞ്ഞു, 3 ദിവസം കൊണ്ട് ഞാൻ ഇതിന് വീണ്ടും പണിയും. അതങ്ങനെ ആരും ഉയർത്തില്ല. അബ്രഹാം ഉയർത്തില്ല, ഇസ്ഹാക്ക് ഉയർത്തില്ല, ഏലിയാവ് ജീവനോടെ മേലോട്ട് പോയി. പക്ഷെ യോൻ പറയുന്നു, മരിച്ചിട്ടും അതിനെ പൊട്ടിച്ചിട്ട് പോകും. സാത്താന് മനസ്സിലാകത്തില്ല ദൈവത്തിന്റെ പദ്ധതി. സാത്താന് തന്ത്രങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളാണുള്ളത്. സ്തോത്രം. സാത്താന് നിന്നെ തകർക്കേണ്ട കുറച്ച് കെണികൾ, തന്ത്രങ്ങളാണെങ്കിൽ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു പ്രാസംഗികൻ പറഞ്ഞിട്ടില്ലാത്ത, ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത ഭയങ്കര പദ്ധതികളാണ് നിന്നെക്കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ചും നിന്റെ വീടിനെക്കുറിച്ചും എന്റെ ദൈവത്തിനുള്ളത്. ദൈവം വലിയ പദ്ധതികളുടെ ദൈവമാണ്. ദൈവം തന്റെ പദ്ധതികളെ അനുഭവിക്കുന്ന ഒരു ആത്മാവിൽ സ്പർശനം ഏറ്റവരിക്കുന്ന രാത്രി ജീവനുള്ള ദൈവത്തെ ജീവനോട് സ്തുതിക്കട്ടെ. പദ്ധതികളെ ദൈവത്തിനായി സ്തോത്രം. സാത്താന്റെ തന്ത്രങ്ങൾക്ക് ദൈവത്തിന്റെ പദ്ധതികളെ തകർക്കുവാൻ കഴിയത്തില്ലോ. സാത്താന്യ തന്ത്രങ്ങൾക്ക് ദൈവത്തിന്റെ പദ്ധതികളെ തടുക്കുവാൻ കഴിയത്തില്ല. ഒരു ദിവസം മത നേതാക്കന്മാർ നിരന്നിരിക്കുമ്പോൾ യേശു ചോദിച്ചു, ഹാവ് യു എവർ ഹേർഡ് ഓഫ് ജോന? യോന പ്രവാചകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിയർ ഐ ആം ഗ്രേറ്റർ ദാൻ ജോന. ഇവിടെ ഇതാ ഞാൻ യോനയിലും വലിയവൻ. ഇവിടെ ഇതാ ഞാൻ യോനയിലും വലിയവൻ. ഈ മുന്നിൽ നിന്ന് പിള്ളേർ എത്രയും പേടിച്ചെങ്കിൽ ഭൂതം എത്ര അധികമായി അന്ന് പേടിച്ചു കാണും. ഇവിടെ ഇതാ ഞാനിതാ യോനയിലും വലിയവൻ. യോന കടലാനിയുടെ വറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 4 രാവും 5 രാത്രിയുമല്ല, പിന്നെയോ 3 രാവും 3 പകലും സ്തോത്രം ഭൂമിക്കുള്ളിൽ ഇരിക്കും. അതിനുശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കുക. അതിനുശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കുക. 2 പേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം പറഞ്ഞെന്ന് പറ. നിങ്ങളുടെ കാര്യം പറഞ്ഞേ, നിങ്ങളുടെ കാര്യം പറഞ്ഞേ, നിങ്ങളുടെ കാര്യം പറഞ്ഞേ, നിങ്ങളുടെ കാര്യം. കുഞ്ഞെ, സഹോദരി, സഹോദരനെ, ആന്റി, അങ്കിളെ, നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത്. 2000 വർഷങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവൻ ഉയർത്തു എന്ന് പറയാൻ മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് ആഫ്രിക്ക വഴി ദൈവം എന്നെ പറഞ്ഞു വിട്ടത് 2014 ഒക്ടോബറിൽ ഈ വർഷം തീരുന്നതിന് മുമ്പ് നിനക്കൊരു ഉദ്ധാരണമുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്, നിനക്കൊരു ഉയർച്ചയുണ്ട്. നിന്നിൽ വെളിപ്പെടുന്ന പ്രകൃത്യാതീതമായ വലിയൊരു വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തില് നിനക്കൊരു ഉയർച്ചയുണ്ട്. നിന്റെ ബുദ്ധി പറയും നടക്കത്തില്ല, നിന്റെ കാണുന്നവർ പറയും സംഭവിക്കത്തില്ല. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവനെ തല്ലി തകർത്തു. സ്വന്തം അമ്മ പോലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാതെ, ഇതെന്റെ മകനെന്ന് മറിയയ്ക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതെ തല മുതൽ പാദം വരെ അവൻ തകർന്നവനായി. അവനെ കൊണ്ടുപോയി ശീലകളിൽ പുതിന് ആരും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ വെച്ചു. ആരും കിടന്നിട്ടില്ലാത്ത ഗർഭപാത്രത്തിൽ നിന്ന് പൂജാതനായവൻ, ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയിൽ യാത്ര ചെയ്തവൻ, ആരും സ്തോത്രം ആരെയും വച്ചിട്ടില്ലാത്ത കല്ലറയിൽ അവനെ വച്ചു. സ്തോത്രം. പിള്ളേരെ കണ്ടിട്ടില്ല, പക്ഷെ മുതിർന്നവർ കണ്ടിട്ടുണ്ട്. കാളവണ്ടി, ആ കാളവണ്ടിയുടെ ചക്രത്തെക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ളതായ വലിയ കല്ല്, 3 ഇരട്ടി വലിപ്പമുള്ള വലിയ കല്ല്. ആ കല്ലറയുടെ വാതിക്കൽ ഏകദേശം 50ഓളം പേർ കൊണ്ട് ചേർന്നാണ് തള്ളി നീക്കി വെക്കുന്നതെന്ന് അന്ന് ചരിത്രം പറയുന്നു. 50ഓളം പേർ ആ കല്ലിനെ ഉരുട്ടി സ്തോത്രം
വിലാപഗാനം പാടി അവനിതാ കല്ലിനെ വെച്ചിട്ട് കടന്നുപോയി. സാത്താൻ പറഞ്ഞു ഞാൻ ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും സ്തോത്രം ഇവൻ പുറത്തു വരല്ലേ. അവൻ എത്രത്തോളം മുദ്ര വെച്ചോ അത്രത്തോളം മഹത്വം വർദ്ധിക്കുകയാണ്. എത്രത്തോളം നിനക്ക് പ്രശ്നമുണ്ടോ അത്രത്തോളം ദൈവ മഹത്വം നിന്നിലൂടെ പുറത്തു വരിക. നിന്നെ എത്രത്തോളം ചികത്താൻ അടിക്കോ അത്രത്തോളം നിന്റെ മൂർച്ച കൂടുകയാണ്. എത്രത്തോളം നിനക്ക് അറ്റാക്ക് ഉണ്ടോ അത്രത്തോളം നിന്നിലൂടെ അന്ധകാര ശക്തിക്ക് ഡാമേജ് ഉണ്ടാകാൻ പോവുകയാണ്. സ്തോത്രം. സാത്താൻ മുദ്ര വെച്ച് സ്പെഷ്യൽ കാലുകളെ പിടിച്ചു നിർത്തി. കാരണം അകത്തിരിക്കുന്ന നസ്രയത്തിലെ ആശാരിയല്ല, രാജാതി രാജാവൻ കർത്താതി കർത്താവ്. ഗാഡ് ഓഫ് ഓണറിന് സാത്താൻ തിന്മയ്ക്കാ ചെയ്തത് ദൈവത്തെ നന്മയ്ക്കാക്കി തീർക്കുന്നവനാണ്. അയ്യോ ബുദ്ധി കൊണ്ട് എന്റെ തിരുവനന്തപുരം ബുദ്ധി പറയാം പുറത്തു വരത്തില്ല. തകർന്ന ശരീരമാണ്, ഭയങ്കര കല്ലാണ്, മുദ്രകൾ കൊണ്ട് പിടിച്ചു നിർത്താൻ പടയാളിയുണ്ട്. ഒരു വെള്ളിയാഴ്ച തകർന്നു, വെള്ളിയാഴ്ച കണ്ടുരുട്ടി, ശനിയാഴ്ച മുദ്ര വെച്ചു, ചുറ്റും കാലുകളാണ്. അവൻ ഒരിക്കലും പുറത്തു വരത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ഒരു വെള്ളിയാഴ്ചയുണ്ടെങ്കിൽ, കുടുംബങ്ങൾക്ക് ഒരു വെള്ളിയാഴ്ചയുണ്ടെങ്കിൽ, ശുശ്രൂഷയ്ക്കൊരു വെള്ളിയാഴ്ചയുണ്ടെങ്കിൽ, ജീവിതങ്ങൾക്ക് ഒരു വെള്ളിയാഴ്ചയുണ്ടെങ്കിൽ, നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, നിന്റെ പൂർവികർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നിന്റെ ദേശത്തിൽ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു ഭയങ്കര ഞായറാഴ്ചയും നിന്നെ നോക്കി വന്നുകൊണ്ടിരിക്കുന്ന ഞായറാഴ്ച സ്വർഗം തുറക്കപ്പെട്ടു, ദൈവസ്ഥാനത്ത് വന്നിറങ്ങി. ഓ സ്തോത്ര, മുദ്രകൾ ഉടയ്ക്കപ്പെട്ടു. ദൂതൻ കല്ലിനെ ഉരുട്ടി മാറ്റി. എന്നിട്ട് ദൂതൻ അതിന്റെ മുകളിൽ ഇരുന്നു. എന്നിട്ട് ദൂതൻ അതിന്റെ മുകളിൽ ഇരുന്നത്, കർത്താവ് എന്നോട് പറഞ്ഞു, ദൂതൻ അതിന് മുകളിൽ ഇരുന്നത് അത് തിരിഞ്ഞു ഉരുളാതിരിക്കാനാ. അയ്യോ നിങ്ങൾ കേട്ടില്ല, ഇന്നലകളിൽ ഉരുണ്ട മാറിയത് വീണ്ടും തിരിച്ചു വരത്തില്ലെന്ന്. ഓ പോയി അത് പിടിയിട്ടില്ല. സ്തോത്രം. ഇന്നലകളിൽ പോയ ഇന്നലകൾ ഉണ്ടായ പ്രശ്നം, ഇന്നലത്തെ രോഗം, ഇന്നലത്തെ സ്തോത്രം പ്രതിസന്ധി, ഇന്നലത്തെ പോരാട്ടം, no, it cannot come back, it has gone. സ്തോത്രം. ദൈവം അതിനെ ഉരുട്ടി മാറ്റിയെങ്കിൽ നിന്നിലേക്ക് വീണ്ടും അത് തിരിഞ്ഞുരുളത്തില്ല. സ്തോത്രം. അകത്തേക്ക് വച്ചവൻ അവരിതാ പുറത്തേക്ക് വരികയാണ്. അകത്തേക്ക് അവനെ തകർത്ത ദൈവ കുഞ്ഞാടായി വച്ചെങ്കിൽ പുറത്തേക്ക് വന്നവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ടാണ്. അകത്തേക്ക് പോയതുപോലെയല്ല അവൻ പുറത്തേക്ക് വന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ കേട്ട് പ്രശ്നങ്ങളിൽ കയറുന്നത് പോലെയല്ല, അവസ്ഥ മാറിയാണ്, പ്രമോഷനോടെയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. അകത്തേക്ക് പോയത് വിലാപഗാനം പാടിയ, പുറത്തേക്ക് വന്നത് ദൂതന്മാരുടെ ജയഗീതത്തിന്റെ നടുവില. അകത്തേക്ക് പോയത് തകർന്നവനായിട്ടാ, പുറത്തേക്ക് വന്നത് തേജസ്സോടെ. അത്രേ ഓർത്തോ, നിന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ വർദ്ധിക്കുകയാണ്. തകർന്ന കുടുംബങ്ങൾ, തകർന്ന വ്യക്തികൾ, തകർന്ന ദൈവദാസന്മാർക്ക് നിന്റെ ഗ്ലോറി, നിന്നിലുള്ള ദൈവ മഹത്വം ഈ ദിവസം വർദ്ധിക്കുകയാണ്. വിശ്വസിക്കുന്നവർ അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഇന്ന് രാത്രി മഹത്വം കൊടുക്കട്ടെ. യേശുവിന്റെ രക്തം ചെയ്യാം. ശബ്ദമുയർത്തി കരങ്ങളടിക്കണവർ കരങ്ങളടിച്ച്, അന്യഭാഷ പറയണവർ ശബ്ദമുയർത്തി അന്യഭാഷ പറഞ്ഞ് മഹത്വം കൊടുക്കേണ്ടവന് മഹത്വം കൊടുത്താട്ടെ. ആ കല്ലറയിൽ ഞാൻ പോയിട്ടുണ്ട്, ആ കല്ലറയിൽ ഞാൻ നിന്നിട്ടുണ്ട്, ആ കല്ലറയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. സ്തോത്രം. ഒത്തിരി വിശുദ്ധ നാട് സന്ദർശന വേളയിൽ കടന്നു പോകുമ്പോൾ ആ കല്ലറയിൽ നിന്നിട്ട് ഞങ്ങൾ പറയുന്നു, ഹിസ്റ്റോറിയൻസ് അതൊന്ന് നല്ല ഗൈഡുമാർ പറഞ്ഞതനുസരിച്ച് അവിടെയായിരുന്നു കല്ലിരുന്നത്, അവിടെയായിരുന്നു തലയിരുന്നത്, ഇവിടെയായിരുന്നു കാലിരുന്നത്, ഇവിടെ വെച്ചാണ് എംബാം ചെയ്തത്, ഇവിടെ വെച്ചായിരുന്നു ശീലകൾ പൊതിഞ്ഞത്. നിങ്ങൾ ചോദിക്കും, അവിടെ വല്ല തിരു അവശേഷം വല്ലതുകൊണ്ടോ, അവിടെ വല്ല തിരുശേഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ, അവിടെ തിരുശേഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഏതേലും പകുതി ഉറക്കത്തിലിരിക്കുന്ന പാരമ്പര്യക്കാരൻ കേൾക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, തലമുടി, പല്ല്, മുടി, സ്തോത്രമാകിയ തലമുടി, പല്ല്, എല്ല് ഇതൊന്നും അവിടെയില്ല. പകരം ഒരു എഴുത്ത് മാത്രം അവിടെയുണ്ട്. അവൻ ഇവിടെ ഇല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല. തോന്നുന്നില്ല മക്കളെ, അവൻ ഇവിടെ ഇല്ല. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെയില്ല. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തി. മഹാത്മാഗാന്ധി ഉയർത്തില്ല, ചാച്ചാ നെഹ്റു ഉയർത്തില്ല, ഇന്ദിരയും രാജീവും ഉയർത്തില്ല, വല്ലഭായ് പട്ടേൽ ഉയർത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പുത്രനായ നാസറേനെ യേശുവിനെ പിടിച്ചു വയ്ക്കുന്നത് മരണത്തിന് അസാധ്യമായിരുന്നു. ഹേ മരണമേ, നിന്റെ വിഷമങ്ങൾ എവിടെ? ഹേ പാതാളമേ, നിന്റെ ജയമെവിടെ? മരണത്തെ പാതാളത്തെ പരാജയപ്പെടുത്തി യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ
നാമത്തില് ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ പുറത്തു വന്നെങ്കിൽ ചുറ്റിരിക്കുന്ന 4 പേരെ തൊട്ട് ഉത്സാഹത്തോടെ പ്രവചനാത്മാവിൽ വിളിച്ച് പ്രവചിച്ച് പറയണം, നിങ്ങളും പുറത്തു വരും. പറഞ്ഞാട്ടെ, 4 പേരെ തൊട്ട് പറയണം, നിങ്ങളും പുറത്തു വരും, നിങ്ങളും പുറത്തു വരും. യു വിൽ ഓൾസോ കം ഔട്ട്. നിങ്ങൾ പുറത്തു വരും, നിങ്ങൾ പുറത്തു വരും. ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. ഓഫീസിൽ ആ പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. വീട്ടിലെ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. നാട്ടിലെ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ പുറത്തു വരുന്ന ശബ്ദം ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ഞാൻ കേൾക്കുകയാണ്. നിങ്ങൾ പുറത്തു വരും, നിങ്ങൾ പുറത്തു വരികയാണ്. യു ആർ കമ്മിങ് ഔട്ട് വിത്ത് എ ഹൈ പ്രൊമോഷൻ. ഉയർച്ച പ്രാപിച്ചു നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു. തേജസ്സോടെ നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തിൽ നിങ്ങൾ പുറത്തു വരട്ടെ, ആ ലുക്കീമിയയിൽ നിന്ന് പുറത്തു വരട്ടെ, ആ പാരമ്പര്യ ശക്തിയിൽ നിന്ന് പുറത്തു വരട്ടെ. തകർച്ചയിലല്ല, ഉയർച്ച പ്രാപിച്ചു പുറത്തു വരട്ടെ. അവസ്ഥ മാറിവനായി പുറത്തു വരട്ടെ. ആൾ മാറിവനായി പുറത്തു വരട്ടെ. മഹത്വത്തോടെ പുറത്തു വരട്ടെ. ഈ ജീസസ് നെയിം. 6 മാസം കഴിഞ്ഞിട്ടല്ലോ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കാരണം ഇത് അകത്തിട്ട് പൂട്ടുന്ന പുസ്തകം അല്ല, ഇത് പുറത്തെടുക്കുന്ന പുസ്തകമാണ്. ഇത് അകത്തിട്ട് പൂട്ടുന്ന പുസ്തകമല്ല, ഇത് പുറത്തെടുക്കുന്നതാണ്. നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. ഇസ്രായേൽ സ്തോത്രം ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നു. യോസേഫ് കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്നു. മോശ മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നു. എലീശ യോർദാനിൽ നിന്ന് പുറത്തു വന്നു. പത്രോസ് ജയിലിൽ നിന്ന് പുറത്തു വന്നു. പൗലോസ് കപ്പൽ ഛേദത്തിൽ നിന്ന് പുറത്തു വന്നു. യോഹന്നാൻ പത്മോസിൽ നിന്ന് പുറത്തു വന്നു. അയ്യോ, ആർക്കൊന്നും മിണ്ടാൻ തോന്നുന്നില്ലെങ്കിൽ കർത്താവ് യേശു കല്ലറിയിൽ നിന്ന് പുറത്തു വന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സാത്താനെ നിന്റെ നേരമല്ല, രോഗങ്ങളെ നിന്റെ സമയമല്ല, ശാപങ്ങളെ നിന്റെ നേരമല്ല, പ്രതിസന്ധികളെ നിന്റെ നേരമല്ല. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ആ സ്കാനിംഗ് റിപ്പോർട്ട് ഒരിക്കൽ കൂടെ തെറ്റുവാൻ വേണ്ടി പോകുന്നു. ആ എക്സ്റേ റിപ്പോർട്ട് യേശുവിന്റെ നാമത്തിൽ മാറുവാൻ വേണ്ടി പോകുന്നു. മനുഷ്യൻ ആരാണോ നീ തീർന്നെന്ന് പറഞ്ഞത്, ഏത് വ്യക്തികളാണോ നീ അവസാനിച്ചെന്ന് പറയുന്നത്, അവർ സോറി പറയുവാൻ പോകുന്നു. അവർ ചിന്തിച്ചിട്ടില്ലാത്തത്, അവർ കരുതാത്തത് നിന്റെ ജീവിതത്തിൽ ഉദിക്കുന്ന സൂര്യനെ പോലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി മുതൽ വെളിപ്പെടുകയാണ്. ശക്തിയോടെ ഓ, നീ കരഞ്ഞത് മതി, നീ കാത്തിരുന്നത് മതി, നീ ഉപവസിച്ചത് മതി. ഇനിയൊരു ഉപവാസമില്ല, ഇനിയൊരു ശാസനയില്ല. ഓ, വിശ്വാസത്താൽ യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ അവൻ പുറത്തു വന്നെങ്കിൽ നീയും പുറത്തു വരുവാൻ പോകുന്നു. അവൻ പുറത്തു വന്നെങ്കിൽ. പക്ഷേ ബ്രദറെ, കുറെ നാളായി കാത്തിരിക്കുക കേട്ടോ, വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുക. വന്ന എല്ലാ പ്രവാചകന്റെ പിന്നാലെ ഓടുക, എല്ലാ ദൈവദാസങ്ങളെ കൈവച്ചിട്ട് ഇവിടെ കഷണ്ടി ഇങ്ങനെ കൂടുക. സ്തോത്രം. അതെ, ഇത് ഒത്തിരി നാളായ കേസ, ഒത്തിരി വർഷങ്ങളായി കാത്തിരിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അധികം കാത്തിരിക്കുന്നത് അധികം മഹത്വം. അധികം കാത്തിരിക്കുന്നത് എനിക്ക് അത് ആശീർവാദം പറഞ്ഞു വിടാൻ തോന്നുന്നു. കിട്ടി. സ്തോത്രം. വേറെ ഒന്നും കേട്ടില്ലെങ്കിൽ അത് മാത്രം കേട്ടാം. അധികം കാത്തിരിക്കുന്നത് അധികം മഹത്വം. യായിറോസ് വാച്ച് നോക്കിയിട്ട് പറയും, മിനിറ്റുകൾ ലേറ്റായി. യായിറോസ് പള്ളിപ്രമാണി കേട്ടില്ല. ഇങ്ങനെ തുറച്ചു നോക്കുക, നിങ്ങളുടെ ബൈബിളിലുള്ള ഒരു കഥാപാത്രം. സ്തോത്രം. യായിറോസ് മിനിറ്റുകൾ ലേറ്റായി പോയി. നൈല വിധവ അമ്മച്ചി അവളെ കടികാരം, അവളെ ക്ലോക്ക് നോക്കിയിട്ട് പറയും, മണിക്കൂറുകൾ ലേറ്റായി പോയി. എന്നാ മാർത്തയും മറിയയും പറയും, മിനിറ്റുകളല്ല, മണിക്കൂറുകളല്ല, ദിവസങ്ങൾ ലേറ്റായി പോയി. ഓ, മിനിറ്റുകളല്ല, മണിക്കൂറുകളല്ല, ദിവസങ്ങൾ ലേറ്റായി പോയി. നിന്നെ പുറത്തെടുക്കുന്ന, നിന്റെ ലാസറുകളെ പുറത്തെടുക്കുന്ന, നിന്റെ പ്രിയപ്പെട്ടവരെ പാരമ്പര്യത്തിൽ നിന്ന് പുറത്തെടുക്കുന്ന, നിന്റെ വിഷയങ്ങളെ മഹത്വത്തോടെ പുറത്തെടുക്കുന്ന എന്റെ കർത്താവ് നേരത്തെ വരത്തില്ല, താമസിച്ചു വന്ന് ബോറടിപ്പിക്കത്തില്ല. തക്ക സമയത്ത് തന്റെ കരത്തവൻ നീട്ടും. അതിനെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുമോ? യഹോവ ഈരേ
ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ രാഫ സൗഖ്യദായകൻ തൻ ആടിപ്പിണരാൽ സൗഖ്യം. ഇരുകരങ്ങൾ ഉയർത്തി യഹോവ ശമ്മാ കൂടെ നൽകുമേ ആവശ്യങ്ങൾ. യഹോവ ശമ്മാ കൂടെ നൽകുമേ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഇരുകരങ്ങൾ ഉയർത്തി യേശു മാത്രം മതി, യേശുവേ യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം സൃഷ്ടാവാം ദൈവം നീ വചനത്താലുളവായില്ല. യഹോവ ഏരിയോ അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ എൻ സമാധാനം നൽകുമേ ശാന്തി എന്നിൽ. യഹോവ ശാലോം എൻ സമാധാനം നൽകിയേ ശാന്തി എന്നിൽ. യേശു മാത്രം. കരങ്ങൾ ഉയർത്തി ആരാധിച്ചേ യേശുവേ യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഒരിക്കൽ കൂടെ യഹോവ ഈരോ ദാതാവാം ദൈവം ചേർന്ന് നീ മാത്രം മതി എനിക്ക്. യഹോവ രാഫ സൗഖ്യദായകൻ തൻ ആടിപ്പിണരാൽ സൗഖ്യം. എല്ലാവരും ചേർന്ന് യഹോവ ശമ്മാ കൂടെ നൽകുമേ ആവശ്യങ്ങൾ. നീ മാത്രം മതി, യേശുവേ യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഇനി കരങ്ങൾ ഉയർത്തി യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. എല്ലാ കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി ആരാധിച്ച്, കരങ്ങൾ ഉയർത്തി ആരാധിച്ച്, കരങ്ങൾ ഉയർത്തി ആരാധിച്ച്. ശബ്ദമുയരട്ടെ, 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 ശബ്ദമുയരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് രാത്രി നിങ്ങൾ പുറത്തു വരികയാണ്. ആ വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരികയാണ്. അന്ധകാരത്തെ തള്ളി തകർത്ത് നിങ്ങൾ പുറത്തു വരികയാണ്. ആ ശാപങ്ങളിൽ നിന്ന് പുറത്തു വരികയാണ്. ഏത് വീട്ടിലാണോ അധികം കരഞ്ഞത്, ഏത് വീട്ടിലാണോ അധികം നിങ്ങൾ വേദനിച്ചത്, ഏത് വീട്ടിലാണോ അധികം പ്രശ്നം നിങ്ങൾ കണ്ടത്, ഏത് വീട്ടിലാണോ അധികം പ്രതിസന്ധിയും കണ്ടതിന് നിങ്ങൾ കണ്ടത്, ആ വീടിന് നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. ശബ്ദമുയർത്തി ആരാധിക്കുക ശക്തിയോടെ. Yes, yes, വായ് തുറന്ന്, വായ് തുറന്ന്, വായ് തുറന്ന്, വായ് തുറന്ന്, വായ് തുറന്ന്
നിർത്തല്ലേ 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 വിശ്വസിക്കുന്നവരെ കർത്താവ് തുടർന്നു തുടർന്നു. നിന്റെ വായു വിസ്താരത്തിൽ തുറക്ക്. ദൈവത്തിനെ നിറയ്ക്കട്ടെ, ദൈവത്തിനെ നിറയ്ക്കട്ടെ, നിറയ്ക്കട്ടെ, നിറയ്ക്കട്ടെ. ഓ, നിന്റെ വായു വിസ്താരത്തിൽ തുറക്ക്. യെസ്, ആ ചങ്ങലകൾ ഉണയുന്നു. മാതാപിതാക്കൾ പറഞ്ഞ നെഗറ്റീവ് റിപ്പോർട്ടുകൾ ക്യാൻസൽ ആകുന്നു. ബന്ധുക്കൾ നിന്നെ കുറിച്ച് പറഞ്ഞ നെഗറ്റീവ് റിപ്പോർട്ടുകൾ ക്യാൻസൽ ആകുന്നു. സാധാരണ മനുഷ്യരും നിനക്കെതിരെ പറഞ്ഞ നെഗറ്റീവ് റിപ്പോർട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ക്യാൻസൽ ആകുന്നു. പകരം coming out, coming out, coming out, coming out, coming out. നീ പുറത്തു വരികയാണ്, പുറത്തു വരികയാണ്. പുതിയ വഴി, പുതുവഴി, പുതുവഴി, പുതുവഴി. യേശു കർത്താവ് ക്രൂശ് മരണത്തിൽ നിനക്ക് വേണ്ടി ഒരുക്കിയ പുതുവഴിയിലൂടെ ദൈവത്തോട് നീ അടുക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും, all children, close your eyes and open your mouth and begin to worship the Lord. If you want to clap your hands, come on, please go ahead. Oh, ശബ്ദം ഉയർത്തി അന്യഭാഷ പറയണം, അന്യഭാഷ പറയണേ. ഈ രാത്രിയിൽ ആരോ പറയും, ബ്രദർ, ഏറ്റവും കൂടുതൽ ഞാൻ കരഞ്ഞവനാണ്, ഏറ്റവും കൂടുതൽ ഞാൻ നിന്ദിക്കപ്പെട്ടവനാണ്, ഏറ്റവും കൂടുതൽ ഞാൻ വേദനിച്ചവനാണ്, ഏറ്റവും കൂടുതൽ ഞാൻ തിരസ്കരണം, റിജക്ഷൻ ഞാൻ അനുഭവിച്ചവനാണ്, ഏറ്റവും കൂടുതൽ ഞാൻ തകർന്നവനാണ്, ഏറ്റവും കൂടുതൽ തുപ്പലേറ്റവനാണ്, ഏറ്റവും കൂടുതൽ ഞാൻ നിന്ദിക്കപ്പെട്ടവനാണ്, ഏറ്റവും കൂടുതൽ ഞാൻ താഴ്ത്തപ്പെട്ടവനാണ്. എന്റെ ഉള്ളിൽ ഒത്തിരി തകർച്ചകളുണ്ട്, എന്റെ ഉള്ളിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്, എന്റെ ഉള്ളിൽ ഒത്തിരി വേദനകളുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ഞാൻ വിശ്വസിക്കുന്നു, I will come out as a changed person. ആൾ മാറിയവനായി, അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നവനായി ഞാനിതാ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു എന്ന് വിശ്വസിക്കുന്നവരുടെ കാര്യങ്ങൾ ഉയരട്ടെ. ഞാൻ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഉയരട്ടെ. ഇതിനകത്ത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളെ മുന്നോട്ട് വിളിക്കുവാൻ. ആ കസേരകളെ തള്ളിമുറിച്ച് സഹോദരന്മാർ എന്റെ ഇടതുവശത്തേക്ക് വന്നാട്ടെ. എല്ലാ സഹോദരന്മാരും വന്ന് വിശ്വാസികളായിരിക്കാം. 35 വർഷമായിരിക്കും നിങ്ങൾ സ്നാനപ്പെട്ട സഹോദരന്മാരുടെ വലതുവശത്തേക്ക് വന്നേ വന്നേ. കം 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 കം. എല്ലാവരും വന്നാട്ടെ, എല്ലാവരും വന്നാട്ടെ, എല്ലാവരും വന്നാട്ടെ, എല്ലാവരും വന്നാട്ടെ. വരിക, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. എല്ലാവരും ചേർന്ന് യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഒരിക്കൽ കൂടെ യേശു മാത്രം മതി. ഓ, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവയിലെ യഹോവ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. കണ്ണനീരോടെ യഹോവ രാമ സൗഖ്യദായകൻ, ധന്യാടിപ്പീടരാ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമേ ആവശ്യങ്ങൾ. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമേ ആവശ്യങ്ങൾ. നീ മാത്രം മതി യേശുവേ, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഇരു കരങ്ങൾ ഉയർത്തി പാടുമോ? നീ മാത്രം മതി, നീ മാത്രം യേശുവേ, നീ മാത്രം മതി എനിക്ക്. ഒരു നാളും കൈവിടില്ല. എല്ലാവരും ചേർന്ന് ഒരു നാളും ഉപേക്ഷിക്കില്ല. ഒരു നാൾ
രക്തം ചെയ്യും. പരിശുദ്ധാത്മാക്കളെ തുടർന്ന് ഉയർത്തിയിരിക്കുന്ന കരങ്ങൾ മറ്റുള്ളവർ തള്ളിയതുകൊണ്ട്, മറ്റുള്ളവർ ഉപേക്ഷിച്ചതുകൊണ്ട്, മറ്റുള്ളവർ മാറ്റി നിർത്തിയതുകൊണ്ട് ഒത്തിരി പ്രാവശ്യം കണ്ണുനീർ തുടച്ചതാണ്. ഒത്തിരി പ്രാവശ്യം കണ്ണുനീർ തുടച്ച കരങ്ങൾ, ഒത്തിരി പ്രാവശ്യം കണ്ണുനീർ തുടച്ച കരങ്ങൾ ഇന്ന് രാത്രി എന്റെ മുൻപിൽ ആത്മഹത്യ എന്ന് പോലും ചിന്തിച്ചവർ നിൽപ്പുണ്ട്. ജീവിതം തീർന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എനിക്കില്ല, അടുത്തെനിക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി യേശു നിന്നെ തൊടുന്നു, യേശു നിന്റെ അരികിൽ നിൽക്കുന്നു. കണ്ണടച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്, കണ്ണടച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. സഹോദരി, ഇത് നിന്റെ രാത്രിയാ. കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്, കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. നിലവിളിക്കേണ്ടവർ നിലവിളിക്കട്ടെ, കരയേണ്ടവർ കരയട്ടെ, പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കട്ടെ. സ്വർഗം തുറക്കുന്നു, ദൂതൻ ഇറങ്ങി വരുന്നു, നിന്റെ അവസ്ഥ അവൻ മാറ്റുന്നു. അവൻ നിന്നെ പുറത്തെടുക്കുക. നിന്നെ അകത്തിട്ട് പൂട്ടി തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ശക്തികളുടെ നടുവിൽ അകത്ത് വച്ച് നാട്ടിപ്പിച്ച ലാസറിനെ പോലെ നാറുന്ന വിഷയങ്ങളെ കുടുംബങ്ങളിലേക്ക് കടത്തിവിട്ട്, നാറുന്ന വിഷയങ്ങളെ ജീവിതത്തിൽ കടത്തിവിട്ട് നിന്നെ നാട്ടിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ശക്തികളുടെ നടുവിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, പ്രമോഷനോടെ മഹത്വത്തോടെ ഞാൻ നിന്നെ പുറത്തെടുക്കുക. ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇന്ന് രാത്രി ഉയർത്തിയ കരങ്ങളെ പിടിച്ച് അവൻ നിന്നെ പുറത്തെടുക്കുക. പരിശുദ്ധാത്മാവിന് വീരനെ പോലെ തുടരണം, പരിശുദ്ധാത്മാവിന് വീരനെ പോലെ തുടരണം. എല്ലാവരും, all of you close your eyes and pray in Jesus name, in Jesus name, in Jesus name. ആത്മാവിന്റെ പുതപ്പ്, ആത്മാവിന്റെ പുതപ്പ്, ആത്മാവിന്റെ പുതപ്പ് ഇന്ന് രാത്രി ജനത്തിന് മേൽ സ്വർഗമിടുക. പരിശുദ്ധാത്മാവിന്റെ ഒരു പുതപ്പ് നിന്റെ മുൻപിലുള്ള യോർദാനെ വിഭാഗിച്ച്, നിന്റെ മുൻപിലുള്ള യോർദാനെ വിഭാഗിച്ച് നിന്റെ കുടുംബത്തിൽ ആരും നടന്നിട്ടില്ലാത്ത, നിന്റെ ദേശത്താരും നടന്നിട്ടില്ലാത്ത വഴിയിലൂടെ മുന്നേറുവാൻ ഒരു പുതിയ അഭിഷേകത്തിന്റെ പുതപ്പ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കണ്ടവിടുന്നു. ദുർഭൂതങ്ങൾ വിട്ടുപോകട്ടെ, ദുർഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ദുരാത്മാക്കൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സാത്താന്യ കെട്ടുകൾ നസ്രയുടെ യേശുവിന്റെ നാമത്തിൽ പൊളിയുന്നു. മന്ത്രവാദ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ തകരുന്നു. സാത്താൻ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു. ദുഷ്ടപിശാചിന്റെ നേരം കഴിഞ്ഞു, ദുരാത്മാവിന്റെ സമയം കഴിഞ്ഞു, അന്ധകാര ശക്തിയുടെ നേരം കഴിഞ്ഞു. ഇത് യേശുവിന്റെ സമയം, ഇത് കർത്താവിന്റെ സീസൺ, ഇത് കർത്താവിന്റെ സീസൺ. വായി തുറന്ന് ശബ്ദമുയർത്തി എല്ലാ ക്ഷുദ്രക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഉടയുന്നു. എല്ലാ മന്ത്രക്കെട്ടുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തകരുന്നു. കരങ്ങളടിക്കുന്നവർ കരങ്ങളടിച്ച് പുറത്തു വരികയാണ്. കെട്ടുകൾ ഉടഞ്ഞ ജനം പുറത്തു വരികയാണ്. സാത്താന്യ വ്യാപാരങ്ങൾ തകർന്ന ജനം പുറത്തു വരികയാണ്. In the name of Jesus, in the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ ഉടയുന്നു, ബന്ധനങ്ങൾ ഉടയുന്നു, ബന്ധനങ്ങൾ ഉടയുന്നു, ബന്ധനങ്ങൾ ഉടയുന്നു, ബന്ധനങ്ങൾ ഉടയുന്നു. In the name of Jesus. Fire, fire, fire. പരിശുദ്ധാത്മാവിന്റെ തീ. In Jesus name. യേശുവിന്റെ നാമത്തിൽ, ദൈവപുത്രനെ യേശുവിന്റെ നാമത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ, ശക്തനായി യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെയുള്ള കോട്ടകൾ ഇടിയുന്നു, നിനക്കെതിരെയുള്ള കോട്ടകൾ ഇടിയുന്നു, നിനക്കെതിരെയുള്ള തടസ്സങ്ങൾ മാറുന്നു, നിനക്കെതിരെയുള്ള വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറുന്നു. യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. സാത്താൻ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ഇട്ടിരിക്കുന്ന പദ്ധതികൾ
യേശുവിന്റെ നാമത്തിൽ മാഞ്ഞു പോകുന്നു. കടൽക്കരയിൽ മണലിൽ എഴുതിയത്, കടൽക്കരയിൽ മണലിൽ എഴുതുന്നത് തിരമാലമെന്ന് വായിക്കുന്ന പോലെ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ജീവിതങ്ങൾക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ സത്തൻ എഴുതി വെച്ചത് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ക്യാൻസൽ ചെയ്യുകയാണ്. വിടുതൽ. ആരാണ്ട് പുതിയ അന്യഭാഷകൾ സംസാരിക്കുന്നു, ആരൊക്കെ പുതുതായി അന്യഭാഷകൾ സംസാരിക്കുന്നു. ഫസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ്, ഫസ്റ്റ് ടൈം ജീവിതത്തിൽ ആദ്യമായി ആരൊക്കെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങുന്നു. യെസ്, ദി ലോർഡ് ഈസ് ഫില്ലിംഗ് യു. ദൈവം നിങ്ങളെ നിറയ്ക്കുകയാണ്. യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ, യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ, യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ, യേശുവിന്റെ ജയം തരുന്ന നാമത്തിൽ, യേശുവിന്റെ വിടുതൽ തരുന്ന നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എല്ലാ ക്യാൻസറിന്റെ കെട്ടുകൾ അഴിയുന്നു. എല്ലാ ക്യാൻസറുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു. പാരമ്പര്യ രോഗങ്ങൾ, കുടുംബ രോഗങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ, പരിശുദ്ധാത്മാവിന്റെ തീയുടെ മുൻപിൽ ഇന്ന് രാത്രി അലിഞ്ഞു മാറുകയാണ്. ഈ ജീസസിനെ യേശുവിന്റെ നാമത്തിൽ എല്ലാ ട്യൂമറുകളും ഇന്ന് രാത്രി അലിഞ്ഞു മാറട്ടെ. എല്ലാ ലുക്കീമിയ യേശുവിന്റെ നാമത്തിൽ അറിഞ്ഞു മാറട്ടെ. എല്ലാ ബ്ലഡ് ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ അലിഞ്ഞു മാറട്ടെ. ഇപ്പോൾ തന്നെ എല്ലാ ആർത്രൈറ്റിസ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ വിക്കുള്ള നാവുകൾ നസ്രയുടെ യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. ഈ വയറിൽ നിൽക്കുന്ന ആരോ ഇന്ന് രാത്രി സൗഖ്യമാകുന്നു. ഈ ജനം അനുഭവിക്കപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുകയാണ്. സ്തുതിക്കുന്നവർ സ്തുതിച്ച്, നിങ്ങൾ നിയന്ത്രിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നതല്ല, ഞങ്ങൾ ആരുമല്ല, നിങ്ങൾ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുന്ന പോലെ ഇന്ന് രാത്രി നിങ്ങൾക്ക് സ്തുതിച്ച് ആരാധിച്ചിട്ട് സ്വാതന്ത്ര്യത്തോടെ കരയേണ്ടവർ കരയട്ടെ, പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കട്ടെ, അന്യഭാഷ പറയട്ടെ, അന്യഭാഷ പറയട്ടെ, കൈകൾ ഉയർത്തേണ്ടവർ കൈകൾ ഉയർത്തട്ടെ, കൈ അടിക്കേണ്ടവർ കൈയറങ്ങൾ അടിക്കട്ടെ. As the Lord leads, as the Lord leads, ദൈവാത്മാവ് ജനിക്കുക, ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന പോലെ. പ്രാപിക്കുക യേശുവിന്റെ നാമത്തിൽ. നിന്റെ അഭിഷേകത്തിന്റെ നേരായ, നിന്റെ അഭിഷേകം നിന്റെ മുഖത്തെ തകർക്കുന്നു. നിന്റെ അഭിഷേകം നിന്റെ മാത്രമല്ല, നിന്റെ വീടിന്റെ, നിന്റെ കുടുംബത്തിന്റെ മുഖത്തെ തകർക്കുന്നു.
നിന്റെ അഭിഷേകം നിന്റെ ദേശത്തിന്റെ മുഖത്തെ തകർത്ത് യേശുവിന്റെ നാമത്തിൽ വായ് തുറന്ന് വായ് തുറന്ന് പല രോഗങ്ങൾ, ബലഹീനതകൾ, പാരമ്പര്യ കെട്ടുകൾ മിക്കവാറും അഴിഞ്ഞിരിക്കുകയാണ്. യേശുവിന്റെ രക്തം ചെയ്തു. മൂക്കിനകത്ത് ശ്വസിപ്പാൻ കഴിയാതെ മാംസം വളർന്നിരിക്കുന്ന വ്യക്തിയുണ്ട്. യേശു നിങ്ങളെ സൗഖ്യമാക്കുക. നിങ്ങളുടെ രോഗമുള്ള സ്ഥലങ്ങളിൽ കരങ്ങൾ വെച്ച് ഒരു ചെറിയ പ്രാർത്ഥന, പക്ഷെ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോവാം. ഒരു ആക്സിഡന്റ് നിമിത്തം കൈ ഉയർത്താൻ കഴിയാതിരിക്കുന്ന ഒരു പിതാവുണ്ട്. യേശുവിന്റെ വിടുതല പിതാവിലേക്ക് ഇന്ന് രാത്രി കർത്താവ് അയക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവമേ, ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അവിടെ നരൾ ചെയ്തു, ഞാൻ സകല ജഗത്തിന് ദൈവമായ യഹോവയാകുന്നു. എന്നാൽ കഴിയാത്ത വല്ല കാര്യങ്ങളുണ്ടോ? ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയാൽ കഴിയാത്തതായി ഒന്നുമില്ല. എല്ലാ രോഗങ്ങളുടെ മേലെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു. എല്ലാ ബലഹീനതകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. സകല രോഗത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി ഇപ്പോൾ ഈ ജനത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. സകല രോഗ ബലഹീനതകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇപ്പോൾ ഈ ജനത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. Jesus, Jesus, തുടർന്ന കൃപയ്ക്കായി സ്തോത്രം. ആ ബലഹീനതകൾ നീങ്ങുന്ന കൃപയ്ക്കായി സ്തോത്രം. I rebuke that pain in Jesus' name. ആ വേദനകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ആ ബലഹീനതകളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യം ഈ ജനത്തിൽ മേൽ സംഭവിക്കട്ടെ. പൂർണ്ണ വിടുതനായി സ്തോത്രം. പൂർണ്ണ സൗഖ്യത്തിനായി സ്തോത്രം. പരമതിൽ പാതവരങ്ങയുടെ അത്ഭുത സൗഖ്യം ഈ ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. എന്റെ മക്കൾ അവിടുന്ന് തൊട്ട് കഴിഞ്ഞ കൃപയ്ക്കാണ് എല്ലാ മഹത്വം വഹിക്കുക, എല്ലാ ബഹുമാനം വഹിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി നന്ദി പറയോ.
ഔഷധം നീ, ഓഹരിയും നീ, അങ്ങേ ഞാൻ ആരാധിക്കും. ഞാൻ ആൽഫയും യേശു, ആൽഫയും നീയേ, ഓമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എൻ നാഥനേ, അങ്ങേ ഞാൻ ആരാധിക്കും. എൻ പാറയും എൻ പരിചയം, എൻ ശൈലവും എൻ കോട്ടയും, എൻ നാഥനും എൻ നീതിയും നീയേ. എൻ മഹത്വം ശക്തി, എൻ പ്രാപ്തി, എൻ ജീവൻ, എൻ മറവിടം, എൻ ഉറവിടം യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ. 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 വെള്ളിയും വെറുതും എനിക്കില്ല, എനിക്കുള്ളത് നിങ്ങൾക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. യേശു നിങ്ങളെ തൊട്ടിരിക്കുന്നു, അവൻ നിങ്ങളെ സൗഖ്യമാക്കി. രാത്രി അത്തപ്പേർ പറയും രോഗത്തോടെ, വേദനയോടെ, ബലഹീനതയോടെ വന്നു. പക്ഷെ യേശുവിനെ തൊട്ടു, യേശുവിനെ വിടുവിച്ച്, യേശുവിനെ സൗഖ്യമാക്കി. സൗഖ്യം അനുഭവിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാണ്. രാത്രി കർത്താവിൽ നിന്ന് സൗഖ്യം അനുഭവിക്കുന്നവർ മാത്രം, രാത്രി സൗഖ്യമായവർ മാത്രം കരങ്ങൾ ഉയർത്തിയാണ്. എനിക്കൊരു വേദന ഉണ്ടായിരുന്നു, ഒരു രോഗമുണ്ടായിരുന്നു, യേശുവിനെ തൊട്ടു സൗഖ്യമാക്കി. സൗഖ്യം അനുഭവിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തിയാണ്. അനേകരുണ്ടല്ലോ കൈ താഴ്ത്തിയിടല്. സൗഖ്യമായവർ കരങ്ങൾ വീണ്ടും ഉയർത്തിയ ആ കരങ്ങൾ ഉയർത്തിയാൽ അവിടെ നിൽക്കരുത്. വേഗത്തിന് പ്ലാറ്റ്ഫോമിലേക്ക് ഓടി വന്നേ. വരിക മുന്നിലേക്ക്, വേഗത്തിന് പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ക്ഷമയോടെ താഴ്മയോടെ നിങ്ങളെ ക്ഷണിക്കുന്നു. വേഗത്തിൽ ഓടി വന്നേ. വന്ന് പറയുക എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്. വരിക, സ്തോത്രം, വരിക, വന്ന് പറഞ്ഞാട്ടെ. വരിക, 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 വരിക. നിങ്ങൾ ആരാണെങ്കിലും വന്ന് പറഞ്ഞേ. താങ്ക് യു ജീസസ്. വന്നാട്ടെ, ദയവായി വന്നാട്ടെ, ദയവായി വന്നാട്ടെ. ഇനിയുണ്ടല്ലോ കയ്യുയർത്തി എല്ലാവരും വന്നേ. ആരും ലജ്ജിക്കരുത്. ക്രൂശിൽ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ലജ്ജിച്ചില്ല. മിക്കവാറും ഹി വാസ് ഓൾമോസ്റ്റ് നേക്കഡ് അറ്റ് ദ ക്രോസ് ഓഫ് കാൽവരി. കാൽവരി ക്രൂശിൽ കർത്താവ് യേശു ക്രിസ്തു വിവസ്ത്രനായിരുന്നു. അങ്ങനെ കിടക്കാൻ ലജ്ജിച്ചില്ല. ആരും പോകല്ലേ, 2 മിനിറ്റ് തരണേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. ഓടി വന്നാട്ടെ, ഓടി വന്നാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പറഞ്ഞിട്ട് എന്തായിരുന്നു പ്രയാസം? ഒരാഴ്ചയായിട്ട് ടോൺസിലൈറ്റിസിന്റെ പ്രയാസം ഉണ്ടായിരുന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ സൗഖ്യമായി. ഇപ്പൊ ഇവിടെ വന്നതുപോലെയല്ല, ഇപ്പൊ സൗഖ്യം അനുഭവിക്കുന്നത് പൂർണ്ണമായും. Amen. In the mighty, mighty, mighty name of Jesus. ആദ്യം പറഞ്ഞേ എന്തായിരുന്നു പ്രയാസം? പറഞ്ഞേ.
2 മാസമായി എനിക്ക് തലയിൽ ഭയങ്കര വേദനയായിരുന്നു. ഒരു ദിവസം തല ഇറങ്ങി വീണു, നെഞ്ചുവേദനയും കൈക്ക് വേദനയൊക്കെ ആയിരുന്നു. ചെസ്റ്റിന്റെ പ്രോബ്ലം ആണെന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. ഹാർട്ട് വൈസ് ഞാൻ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ MRI ചെയ്തു. അപ്പോൾ എൻ്റെ ബ്രെയിനിൽ 2 ചെറിയ ഇൻഫെക്ഷൻസ് ഉണ്ട്. സിവിയർ സ്പോണ്ടിലോസിസുമാണ്. ഈ ദിവസങ്ങളെല്ലാം എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ കിടന്നിരുന്നു. ഒരു 5 മിനിറ്റ് സോഫയിൽ കിടന്നു. അങ്ങനെ തുടങ്ങിയ സിവിയർ തലവേദനയായിരുന്നു. ആദ്യം തലയുടെ പുറത്തായിരുന്നു. അവിടെ വരുമ്പോഴെല്ലാം ഭയങ്കര വേദനയായിരുന്നു. പിന്നെ അത് നെറ്റിയിലേക്കായി. അവിടെ ഇരിക്കുന്നതിന് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇനിയിപ്പോ പാസ്റ്റ് പ്രാർത്ഥിച്ചു. ആത്മാവില്ലാതെ ഞാൻ തുള്ളിയ എന്റെ വേദന എതിരെ പോയി എനിക്ക് സൗഖ്യം. എന്റെ ശരീരത്തിന്റെ സകല വേദനകൾ പോയി ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത് തിരിച്ചു വരെയുള്ള ഞാൻ എന്റെ കർത്താവിൽ വിശ്വസിക്കുന്നു. യേശുവിന്റെ മഹത്വം, യേശുവേ അങ്ങേക്ക് മാത്രം സ്തുതി അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്റെ കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാണ്. എന്തായിരുന്നു പ്രയാസം? വയറ്റിന് ഭയങ്കര വേദനയും പെരുക്കവും ഉണ്ടായിരുന്നു. അത് ഈ ആരാധനയ്ക്ക് ശേഷം വളരെ ലൂസായി. എത്ര നാളായി ആ പ്രയാസം ഉണ്ടായിരുന്നു? 1 മാസത്തിന് മേലെ. 1 മാസത്തിന് മോളെ. രോഗങ്ങളെക്കൊണ്ട് ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചു. ഇപ്പൊ മോള് വയറ്റിന് കുറെ വളരെ ആശ്വാസമായി. വയറ്റിൽ നീരുണ്ടായിരുന്നു. എത്ര നാളായി? 4 ദിവസത്തോളമായി. ഇപ്പോൾ ആ പ്രയാസം പോയി. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. പറഞ്ഞ എന്തായിരുന്നു പ്രയാസം? ശരീരം മുഴുവനും ബന്ധിച്ച് വെച്ചോ എനിക്കറിയില്ല എന്തുവാണ്. പക്ഷെ ഇപ്പൊ പ്രാർത്ഥിച്ചു എനിക്ക് ഇവിടുത്തെ ശ്വാസം കുറെ 100 വർഷമായി അത് തുടങ്ങിയത് പോകുന്നില്ല. പക്ഷെ ഇപ്പം നാട് മാറി എനിക്ക് ശരീരത്തിലെല്ലാം അനുഭവിക്കാൻ പറ്റുന്നു. പിന്നെ ഭയങ്കരമായ ചൂടെന്റെ ശരീരത്തിൽ ഭയങ്കര ചൂടായിരുന്നു. അതിന്റെ പേരാണ് വിശ്വസിക്കുന്നവരുടെ ഈ അടയാളം നടക്കും. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താകും. കൈയടിക്കേണ്ടവർ നന്നായി കരങ്ങൾ അടിച്ചു. In Jesus' name. Never come back. In Jesus' name. എന്തായിരുന്നു പ്രയാസം? നല്ലൊരു മാസങ്ങളായി ഭയങ്കര വേദന. ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ കഴിയത്തില്ലായിരുന്നു. എനിക്ക് മുടിയാൻ കഴിയില്ലായിരുന്നു. എത്ര നാളായി? മാസങ്ങളോ ഇപ്പോൾ 5-6 മാസങ്ങളായി. എന്നാൽ ഇപ്പൊ എനിക്ക് പൂർണ്ണമായി സൗഖ്യം. ഒന്ന് കുരിഞ്ഞേ. താങ്ക് യു ജീസസ്. ഇപ്പൊ പെയിൻ ഉണ്ടോ? ഒരിക്കൽ കൂടെ In Jesus' name. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. In the name of Jesus. വന്നേണ്ടി പറഞ്ഞു എന്തായിരുന്നു പ്രയാസം? I was having chest discomfort for the past few days, and What kind of discomfort? I don't know, Pastor, some kind of discomfort was Okay, what happened tonight? God delivered me from that pain, and for past 2-3 days also there was some unexplained headache. God delivered me completely. In the name of Jesus. Not the local doctor, but God Almighty touch you, and it cannot come back. In Jesus' name. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ പിരിയുന്നു. 1 മിനിറ്റ് കൊണ്ട് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഹാളിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. കണ്ണുകൾ അടച്ചേ. താങ്ക് യു ജീസസ്. അകത്തോട്ട് പൂട്ടുന്നവനല്ല ക്രിസ്തു, പുറത്തെടുക്കുന്നവനാണ് കർത്താവ്. Including children, close your eyes. Talk to Jesus. Tonight is the night of your salvation. ഇത് നിങ്ങളുടെ രക്ഷയുടെ ദിവസമാകട്ടെ, വിടുതന്റെ ദിവസമാകട്ടെ. എല്ലാ കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ ഇത് രാത്രി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. ഇനിയും പാപം വേണ്ട, ഇനിയും പാരമ്പര്യം വേണ്ട. അങ്ങനെ വിലയേറിയ രക്തത്താൽ എന്നെ കഴുകണമേ. അങ്ങയുടെ പൈതലാക്കി നീ എന്നെ തീർക്കണമേ. യേശു കർത്താവേ, അങ്ങയുടെ വിലയേറിയ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. രാത്രി യേശുവിനെ ഞാൻ രക്ഷകനും കർത്താവായി സ്വീകരിക്കുന്നു. രാത്രി യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ രക്ഷകനും കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നവർ ദയവായി നിങ്ങൾ വലത് കരങ്ങളെ ഉയർത്തി